കേരളത്തിൽ തന്നെ ഒരു എഡ്യൂക്കേഷൻ വിപ്ലവം സൃഷ്ടിച്ച കമ്പനിയാണ് സൈലം. ഹായ് ഓൾ, വെൽക്കം ടു അനദർ KPH പോഡ്കാസ്റ്റ്. ഇന്ന് നമ്മുടെ ഇപ്പോൾ ഉള്ളത് അനന്തു ആണ്. സൈലം എന്ന് പറഞ്ഞ ഒരു എഡ്ടെക് കമ്പനി ഫൗണ്ടറാണ് അനന്തു. ഓവർ ദ ലാസ്റ്റ് ഇയേഴ്സ് കേരളത്തിൽ തന്നെ ഒരു എഡ്യൂക്കേഷൻ വിപ്ലവം സൃഷ്ടിച്ച കമ്പനിയാണ് സൈലം. അപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റിൽ എപ്പോഴും പോലെ തന്നെ നമ്മുടെ KPH പോഡ്കാസ്റ്റിൽ ഇത് വരുന്നുണ്ടല്ലോ, നമുക്കൊരു ചായ പിടിച്ച് തുടങ്ങാം. അപ്പോൾ നിങ്ങൾ പോഡ്കാസ്റ്റ് വീട്ടിൽ നിന്ന് കാണുകയാണെങ്കിൽ കയ്യിലൊരു ചായയും ഒരു പരിപാടിയും പിടിച്ചോളും. ദിസ് വിൽ ബി ഗോയിങ് ടു ബി എക്സൈറ്റിംഗ് എപ്പിസോഡ്. ആൻഡ് താങ്ക്സ് ടു റിലാക്സ് ഫോർ സ്പോൺസറിങ് ദ ലൊക്കേഷൻ പാർട്ട്ണർ ഫോർ ദ വീഡിയോ. ഹായ് ഓൾ, ഐ തിങ്ക് ഈ പോഡ്കാസ്റ്റ് ഇത് ക്ലോസ് ടു 6 months ആയി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഒരു 30 എപ്പിസോഡ്സ് നമ്മൾ കവർ ചെയ്തു. ആൻഡ് എവറി ഫ്രൈഡേ at 5 PM ഓരോ എപ്പിസോഡും ഈ ചാനലിൽ പുറത്ത് പോകുന്നുണ്ട്. സോ ഐ ജസ്റ്റ് തോട്ട് ടു ഷെയർ വാട്ട് KPH ഈസ് ആൻഡ് മേ ബി ഫോർ ദ ന്യൂ ഓഡിയൻസ് ദിസ് മൈ ബി യൂസ്ഫുൾ. KPH ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ആയിട്ട് 2017 നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇറ്റ് വാസ് ഓൾ ഇൻവൈറ്റ് ഓൺലി. അതായത് നമുക്ക് പരിചയമുള്ള ഫൗണ്ടേഴ്സിനും പ്രൊഡക്റ്റ് ബിൽഡേഴ്സിനും ആക്ച്വൽ ചെയ്യുന്ന ആൾക്കാർ, നോട്ട് ദി തള്ളൽ ഫോക്സ്, അവർ മാത്രം കൊണ്ടുവന്നിട്ടുള്ള ഒരു ഗ്രൂപ്പ് കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ നമ്മൾ അക്രോസ് കേരള ഫ്രം 2017 onwards we been hosting meetups. ഒരു 10, 20, 30 ആൾക്കാരായിരുന്നു ഇപ്പോൾ അന്നൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഐ തിങ്ക് ആഫ്റ്റർ ദ പോഡ്കാസ്റ്റ് ആൻഡ് ആഫ്റ്റർ വി പുട്ട് അവർ സെൽഫ് ഔട്ട് ദർ ഓൺ ദി ഇൻ്റർനെറ്റ്, ലോട്ട് ഓഫ് ന്യൂ പീപ്പിൾ ആർ കമ്മിങ് ഇൻ, റൈറ്റ്? സോ ഇതാണ് ഒരു KPHൻ്റെ ഒരു കറണ്ട് സ്റ്റേറ്റ്. ആൻഡ് ലോട്ട് ഓഫ് ഇൻട്രസ്റ്റിംഗ് കോൺവെർസേഷൻസ്, ആക്ച്വൽ റോ ആൻഡ് ഹോണസ്റ്റ് ജെന്യൂൻ, യു വിൽ നോട്ട് ഫൈൻഡ് ആസ് എനിവർ ഇൻ ന്യൂസ് പേപ്പർ ഓർ എനിവർ. ബട്ട് ഇറ്റ്സ് എ വെരി സ്മോൾ ബട്ട് ആക്ച്വൽ ബ്രൂട്ടലി ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് കമ്മ്യൂണിറ്റിയാണ്. And that is KPH for you, and you can check them out on kph.club. We have some interesting initiatives we are very passionately bringing about, be it the community, be it offline events, master classes, be it fund, KPH angel networking, അല്ലെങ്കിൽ even VC fund ഒക്കെ ഫ്യൂച്ചറിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. സോ ദീസ് ആർ സം ഓഫ് തിങ്സ് ഐ എം പേഴ്സണലി എക്സൈറ്റഡ് അബൌട്ട്. ആൻഡ് കേരളാസ് ഇതിനെ നമുക്ക് പൊക്കിയെടുത്ത് വേറെ ലെവൽ കൊണ്ടുവരാൻ പറ്റിയൊരു ഇനീഷ്യേറ്റീവ് ആണ്. And even I am getting goosebumps as I am saying this, right? So this is what I am is excited about, and this is my ikigai when I am working on towards it. And now back to the episode. നമുക്ക് അനന്തുവിനോട് ചോദിക്കാം. അനന്തു, ഇപ്പോൾ സൈലത്തിന്റെ കറണ്ട് സ്റ്റേറ്റ് എന്താണ്? സൈലം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം 4th year കഴിഞ്ഞു, 5th yearലേക്ക് റണ്ണിങ് ആണ്. കറണ്ട് സ്റ്റേറ്റ് എനിക്ക് തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാൽ വി സ്റ്റാർട്ടഡ് ഫ്രം ഒരു 1000 സ്റ്റുഡൻസ് ആണെങ്കിൽ ഇപ്പോൾ ഏകദേശം യൂട്യൂബിന്റെ കാര്യത്തിലാണെങ്കിൽ വി ആർ അറ്റ് ഒരു 50 യൂട്യൂബ് ചാനൽ പ്ലസ് ഉള്ള 50 യൂട്യൂബ് ചാനലുള്ള ഏകദേശം 9 million ഫോളോവേഴ്സ് ഉള്ള ഏകദേശം 20ഓളം കാറ്റഗറിയിലായിട്ട് നമ്മൾ ടോട്ടലി പെയ്ഡ് യൂസേഴ്സ് ആയിട്ട് ഇപ്പോൾ ആപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ 5 lakhs-ഓളം സ്റ്റുഡൻസ് പഠിക്കുന്ന, ഓഫ്ലൈനിലാണ് 30,000 ലൈക്ക് ഇൻക്ലൂഡിങ് ഓൾ ദ കാറ്റഗറി, സ്കൂൾ ആയിക്കോട്ടെ, നമ്മുടെ എല്ലാം NEET JEE PSC CA SCC എല്ലാം കൂടെ കൂട്ടി ഒരു 30,000 ഓഫ്ലൈൻ സ്റ്റുഡൻസും ഉള്ള കേരളത്തിൽ മാത്രമല്ല. നമ്മൾ കോയമ്പത്തൂർ സ്റ്റാർട്ട് ചെയ്തു, സേലം, തിരുച്ചി, കർണാടകയാണ്, മാംഗ്ലൂർ, ഉടുപ്പി. അപ്പോൾ സൗത്ത് ഇന്ത്യയിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്ന ഫ്രം ഒരു സിംഗിൾ പ്ലേസിൽ നിന്ന് സൗത്ത് ഇന്ത്യ ടോട്ടലി എക്സ്പാൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് മാറിയ ഒരു പ്ലാറ്റ്ഫോമാണ് സൈലം എന്ന് പറയുന്നത്. ഇപ്പം ഒരു ടെക് ആയിട്ട് തുടങ്ങി വി ആർ ഗെറ്റിംഗ് ഇൻ ടു ഓഫ്ലൈൻ ഓൾസോ. ഒരു കൺവെൻഷണൽ എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ തന്നെ സ്കൂളിങ്ങും ബാക്കിയുള്ള കാര്യത്തിലേക്കൊക്കെ നമ്മൾ വൺസ് അവർ ബ്രാൻഡ് ബിൽഡ് ആയി കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാണ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് സൈലം എന്ന് പറയുന്നത്. Wow, that's a huge ഇത് ഇൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. അപ്പോൾ എൻ്റെ ഓർമ്മയുണ്ട്, ഞാൻ 2014 കോളേജിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് പിന്നാലെയായിട്ട് ഒരു എൻട്രൻസിന് കുറേ ഒരു ഇയേഴ്സ് പോയിട്ടുണ്ട്. അത് വാസ് വെരി ഹെക്ടിക്, ഭയങ്കര ടഫ് ആയിട്ടുള്ള പീരീഡ് ഓഫ് ടൈം ആണെന്ന് പറയാം. ബട്ട് ഇപ്പൊ ഞാൻ സൈലത്തിന്റെ വീഡിയോ ഇന്നലെ കണ്ടപ്പോൾ ടീച്ചേഴ്സ് ആർ ബിക്കമിങ് ലൈക്ക് എഡ്യൂക്കേഷൻ എന്റർടൈൻമെന്റ്. അപ്പൊ ആ ഒരു രീതിയിലുള്ളൊക്കെ വരുമ്പോൾ ഹൗ ഇസ് ദ സ്റ്റുഡൻസ് എന്താ പറയാ റിസപ്ഷൻ ടു ദിസ് എഡ്യൂക്കേഷൻ? ആക്ച്വലി ലൈക്ക് നിങ്ങൾ പലരും കാണുന്ന വീഡിയോ മീൻസ് ഈ NEET JEE മാത്രമല്ല, ഇപ്പൊ ബോർഡ് എക്സാം കോഴ്സുകൾ സൈലത്തിലുണ്ട്, 8, 9, 10, 11 അല്ലെങ്കിൽ 4 to 12 ഉണ്ട്. അപ്പം ആ ഫേസിൽ നിന്നൊക്കെ വരുമ്പോൾ ബോർഡ് എക്സാം കണ്ടന്റ് ആണ്. അപ്പൊ ഒരു NEET JEE മാത്രമില്ലാത്ത ഓഡിയൻസും ഉണ്ട്, ജനറൽ ആയിട്ടുള്ള എല്ലാ സ്റ്റുഡൻസും ഉണ്ട്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഫേസ് ചെയ്യുന്ന ഏറ്റവും മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത്, കുട്ടികളല്ല അഡൽട്ട് ആയിട്ടുള്ള ആളുകൾക്ക് മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് അറ്റൻഷൻ സ്പാൻ വളരെ കുറവാണ്. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ പോലും 2x അടിച്ചു കാണുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ആളുകൾ മാറിക്കഴിഞ്ഞു. അപ്പം റീൽസ് പോലുള്ള ഷോർട്ട് കണ്ടന്റ് മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, കൂടുതൽ നേരം ചെയ്യാൻ പറ്റും. കാര്യം ഓരോ കണ്ടന്റ് അനുസരിച്ച് അടുത്തടുത്ത കണ്ടന്റുകൾ കിട്ടുന്നു, വ്യത്യസ്തമായി അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചുള്ള കണ്ടന്റ് കൊടുക്കാൻ പറ്റുന്നു. അപ്പം കമ്മിങ് ടു എടെക് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ ഒരു 1.5 hour ക്ലാസ് ആണെങ്കിൽ ഈ ക്ലാസ്സിൽ അറ്റൻഷൻ ഭയങ്കര കുറവാണ് കുട്ടികൾക്ക്. അപ്പം അറ്റൻഷൻ കുറവായതുകൊണ്ട് തന്നെ ഒരു നോർമൽ കണ്ടന്റ് ഡെലിവറിങ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ മാത്രമായിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, കുട്ടികളെ നമുക്ക് ഹുക്ക് ചെയ്ത് പിടിക്കാൻ പറ്റില്ല. അപ്പൊ കണ്ടന്റ് ഡെലിവറി ചെയ്യാൻ വേണ്ടി അവിടെ എന്റർടൈൻമെന്റും കൂടെ കൊണ്ടുവരേണ്ടി വരും. ഒരു എഡ്യൂടൈൻമെന്റ് ആണ് ആക്ച്വലി ഇപ്പൊ കൂടുതൽ എന്ത് ചെയ്യുന്നത്, വർക്ക് ആവുന്ന ആ സെഗ്മെന്റിൽ. പക്ഷെ വളരെ സീരിയസ് ആയിട്ടുള്ള NEET JEE ഓഡിയൻസിനുള്ള വേറെ കണ്ടന്റുകളുണ്ട്. പക്ഷെ കുറച്ചും കൂടെ കുട്ടികളുമായിട്ട് കണക്ട് ചെയ്ത് അവരെ അവിടെ അറ്റൻഷൻ എന്ന് പറയുന്ന ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ടീച്ചേഴ്സ് പലരും
കുറച്ചും കൂടെ ക്രിയേറ്റീവ് ആയിട്ട് മാറുന്നത്. ലൈക്ക് ഒരു സിനിമ കാണുന്ന പോലെ തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, കണ്ടന്റ് ഡെലിവറി ചെയ്താൽ അവരെ നമുക്ക് ലോങ് സ്റ്റാൻഡിംഗ് ആയിട്ട് അവരെ നിർത്താൻ വേണ്ടി പറ്റുള്ളൂ. അല്ലെങ്കിൽ കുട്ടികൾ ബാക്ക് അടിച്ച് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഉണ്ടാകും. അപ്പൊ ടീച്ചേഴ്സ് കുറച്ചും കൂടെ ക്രിയേറ്റീവ് ആവാണ്. അതുകൊണ്ട് തന്നെ ക്രിയേറ്റീവ് ആകുമ്പോൾ അവർക്കൊരു സിനിമയിലെ ഒരു റോക്ക് സ്റ്റാറിനെ കാണുന്ന പോലെ തന്നെയാണ് അവർ ടീച്ചേഴ്സിനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഞാൻ തന്നെ കുറെ ട്രോൾ പേജ് കണ്ടിട്ടുണ്ട്, എല്ലാത്തിലും ഓരോ സാർമാരൊക്കെ വെച്ചിട്ട്. അപ്പൊ ഒരു തരം റോക്ക് സ്റ്റാർസ് ആണ് അവരിപ്പം കേരളത്തിൽ എന്ന് പറയുന്നത്. ഒരുപാട് ടീച്ചേഴ്സ്, ഒരുപാട് ഫാൻ ഫോളോയിങ് ഉള്ള, ഒരു ഇൻഫ്ലുവൻസേഴ്സിനേക്കാൾ ഫാൻ ഫോളോയിങ് ഉള്ള ടീച്ചേഴ്സിന് നമ്മൾ ഒരുപാട് പേര് എന്തുണ്ട് ഇപ്പം നമ്മുടെ സെഗ്മെന്റിലുണ്ട്, കുട്ടികളെ ഏറ്റെടുത്തിട്ടുള്ള. അപ്പം അതാണ് ആക്ച്വലി ഒരു എട്ടെക്കില് ഇപ്പം കുട്ടികൾ കുറച്ചും കൂടെ അവരെ സപ്പോർട്ട് ചെയ്യണം, അവരെ സ്നേഹിക്കുകയാണ്, അവരുമായിട്ട് കണക്ട് ആകുകയാണ്. അപ്പം അവർക്കൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഇവരെ കൊണ്ട് പറ്റുന്നുണ്ട്. ഇതൊക്കെയാണ് ആക്ച്വലി വന്ന ചേഞ്ചസ് എന്ന് പറയുന്നത്. ടോക്കിംഗ് അബൌട്ട് സൈലം ആസ് എ ബിസിനസ്, നമ്മൾ ഡോക്ടർ അനന്തുനെയാണ് നമ്മൾ ഫോർ ഫ്രണ്ട് ആയി കാണുന്നത്. ബട്ട് ഹൂ ഈസ് ബിഹൈൻഡ് ദ ടീം, അതായത് ഹൂ ഈസ് ബിഹൈൻഡ് സൈലം എന്ന് പറയുകയാണെങ്കിൽ ഒരു കോർ സെറ്റ് ഓഫ് പീപ്പിൾ ഉണ്ടാവല്ലോ. അപ്പൊ ആ ഒരു കമ്പനി എങ്ങനെ ബിൽഡ് ഔട്ട് ചെയ്തിട്ടുള്ളത്? ആക്ച്വലി ലൈക്ക് ഐ സ്റ്റാർട്ടഡ് ആസ് എ സിംഗിൾ പേഴ്സൺ ഓൺലി. അപ്പം ഇനിഷ്യലി ഞാൻ തന്നെയാണ് ഈ പറയുന്നത്, ഒരു വീട്ടിൽ എന്റെ ഒരു ബെഡ്റൂമിൽ തന്നെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്റെ റൂം സ്റ്റുഡിയോ ആക്കി മാറ്റി അവിടെ നിന്നാണ് ഇത് തുടങ്ങുന്ന പോയി. അപ്പൊ അവിടുന്ന് തുടങ്ങുന്ന സമയത്ത് ഒരു എട്ടെക്കിൽ റൺ ചെയ്യുന്ന മെജോറിറ്റി കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്തത്. അത് കോവിഡ് സമയം കൂടിയാണ്. അപ്പം നമുക്ക് ആരെയും സപ്പോർട്ടിന് കിട്ടൂല. ഞാൻ തന്നെ ക്യാമറ ഓൺ ചെയ്ത് പോയി, ഞാൻ തന്നെ വീഡിയോ എടുത്ത്, ഞാൻ തന്നെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി എഡിറ്ററുടെ വീട്ടിൽ കൊണ്ട് കൊടുത്ത ആ ഡിസ്കിൽ അവിടുന്ന് എഡിറ്റ് ചെയ്ത് വന്നിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഞാൻ തന്നെ, മെന്റർഷിപ്പ് ഞാൻ തന്നെ, എവറിത്തിങ് ഞാൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ആ ജേണിയിൽ നിന്ന് ലൈക്ക് അപ്പം ആദ്യത്തെ ഒരു 3 ഇയറും ഏകദേശം എല്ലാ കാര്യങ്ങളും ഞാൻ ഇൻവോൾവ് ആയിരുന്നു. പക്ഷെ ആഫ്റ്റർ ദാറ്റ് ലൈക്ക് നമ്മൾ സ്ട്രക്ചർ ബിൽഡ് ചെയ്യാൻ തുടങ്ങി, നമ്മൾ ഒരു സ്റ്റാർട്ടപ്പ് കൾച്ചറിലേക്ക് മാറാൻ തുടങ്ങി, നമ്മൾ പ്രോസസ്സുകൾ ബിൽഡ് ചെയ്യാൻ തന്നെ തുടങ്ങി. ബിക്കോസ് പ്രോസസ് ആൻഡ് സിസ്റ്റം ഡ്രിവൺ ആവാതെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഞാൻ എപ്പോഴും പറയും, ഒരു ഫൗണ്ടർ എന്ന് പറയുമ്പോഴത്തേക്കും ആള് ഒരു ദിവസം ഓഫീസിൽ പോയാൽ ആൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ പറ്റണം. ഏറ്റവും അയാൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം, ചെയ്യാൻ പറ്റണം. അയാൾക്ക് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റണം. അയാൾ ചെന്നാൽ ഇന്ന മീറ്റിംഗ് ഇന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇന്നിലെല്ലാം അയാൾ ഇൻവോൾവ് ചെയ്യേണ്ട ആളായി മാറണം എന്നുള്ള ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇതിനെ സ്കെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അതിന് കൃത്യമായ ഒരു ലെവൽ 2 L2 കൃത്യമായി പ്ലേസ് ചെയ്യാന്നുള്ളതാണ്. ലെവൽ 2 ആളുകളെ കറക്റ്റ് ആയിട്ട് ഓരോ കാറ്റഗറി മാനേജേഴ്സ്, ഓരോ ചാനൽ മാനേജേഴ്സ് ആയിക്കോട്ടെ, കാറ്റഗറി മാനേജേഴ്സ് ആയിക്കോട്ടെ, ആ കാറ്റഗറി മാനേജേഴ്സ് ഷുഡ് ബി വെരി സ്ട്രോങ്. അപ്പം ആ ഒരു കാര്യത്തിലാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ ഒരു 3 ഇയർ ആയിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മുടെ സിസ്റ്റത്തിൽ പലരും എക്സ്പീരിയൻസ് അല്ലാത്ത ആളുകളെയാണ് കംപ്ലീറ്റ് ഇൻഎക്സ്പീരിയൻസ് ഫ്രഷേഴ്സ് എങ്ങനെ നമ്മൾ മെജോറിറ്റി ഇപ്പം എട്ടെക് എന്ന് പറയുന്ന കേരളത്തിൽ പുതിയൊരു സിസ്റ്റം ആയിരുന്നല്ലോ. സിസ്റ്റത്തിൽ അത്രയും പണ്ടുള്ളതല്ല. എഡ്യൂക്കേഷൻ ഉണ്ട്, പക്ഷെ എട്ടെക് പുതിയതാണ്. പിന്നെ ഒരു സ്റ്റാർട്ടപ്പ് കൾച്ചറിലേക്ക് ഒരു എഡ്യൂക്കേഷൻ കൊണ്ടുവരുന്ന ഒരു കൾച്ചറും ഇപ്പൊ വന്നിട്ടുള്ളതാണ്. അപ്പം ആ കൾച്ചറിലേക്ക് വരുന്നവർക്കെല്ലാം ഇതൊരു പുതിയ ഐഡിയ ആണ്. അപ്പൊ അവരെ ട്രെയിൻ ചെയ്ത് പ്രോസസ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. നമ്മൾ അവരുടെ കൂടെ നിന്ന്, അവരുടെ കൂടെ ബഡ്ഡിംഗ് ഫേസിൽ അവരുടെ കൂടെ നിന്ന് അവരെ മനസ്സിലാക്കിയിട്ട് അവരുടെ ഐഡിയ കൂടെ ടേക്കപ്പ് ചെയ്തിട്ട് അവരെ റൈറ്റ് പ്ലേസിൽ വെക്കുക. ഇപ്പം പലരും ഇപ്പൊ എക്സ്പീരിയൻസ് അല്ലാത്തതുകൊണ്ട് തന്നെ അവരുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ചിലപ്പോൾ അവരവിടെ ഫിറ്റ് ആവില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ പ്രൊക്യൂർമെന്റിലുള്ള ആള് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അത് വന്നപ്പോൾ തുടങ്ങിയെന്ന് പറഞ്ഞാൽ അക്കാഡമിക് മാനേജറായിട്ട് ആള് വന്നത്. ഒരു മീൻസ് ഒരു ടീം ഓഫ് ആളുകളെ ഹാൻഡിൽ ചെയ്യുന്ന അക്കാഡമിക് മാനേജറായിട്ട് വന്നത്. പക്ഷെ ആൾ കുറച്ചും കൂടെ നെഗോഷിയേറ്റ് ചെയ്യുന്ന ആളാണ്. പിന്നെ ആൾ കുറച്ചും കൂടെ മാനേജ്മെന്റ് അത്ര മീൻസ് ഒരു ടീം ബിൽഡ് ചെയ്യാൻ അങ്ങനെ പറ്റാത്ത ആളായപ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും കൂടുതൽ അയാൾ ഫിറ്റ് ആവുന്ന പ്രൊക്യൂർമെന്റ് ആണെന്ന് തോന്നി. കാര്യം അവിടെ കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ അല്ലാത്ത, വെൻഡേഴ്സുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്ന, കൃത്യമായി കോട്ട് എടുക്കുന്ന, ആർക്കും അയാളെ സ്വാധീനിക്കാൻ പറ്റരുത്, അങ്ങനത്തെ ഒരാളായാലും അത് വർക്ക്ഔട്ട് തോന്നിയപ്പോൾ ആൾ എന്ത് ചെയ്തു, വേറെ പൊസിഷനിൽ നിന്ന് അവസാനം പ്രൊക്യൂർമെന്റ് അവിടെ അയാൾ വളരെ ഫിറ്റ് ആണ്. അപ്പൊ ആ ടീമിനെ ആൾ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. വെണ്ടർ മാനേജ്മെന്റ് ഉൾപ്പെടെ കാര്യങ്ങൾ അയാൾ കൃത്യമായി ചെയ്യുന്നുണ്ട്. അപ്പം ബേസിക്കലി ഇപ്പൊ നമ്മള് ഓരോ കാൻഡിഡേറ്റ്സിനും ഇവൻ ഇഫ് യു ഹയർ ദം ഇനീഷ്യലി ആണെങ്കിലും അവരുടെ എവിടെയാണോ ബെസ്റ്റ് ഫിറ്റ് ചെയ്യുന്നത് അത് മനസ്സിലാക്കി അവർക്ക് ചാൻസ് കൊടുത്തോണ്ടിരിക്കും, അടുത്തടുത്ത ഓപ്പർച്യൂണിറ്റികൾ കൊടുക്കും. അപ്പൊ അവർക്ക് അവർ എപ്പോഴും ഞാൻ പറയുമ്പോൾ ഒരു 2-3 ഇയേഴ്സ് ഒരാൾ ഒരു സാധനം ചെയ്തുകൊണ്ടിരുന്നാൽ ബോറാകും. ഡെയിലി ആക്ടിവിറ്റി സെയിം ആയി കഴിഞ്ഞാൽ പിന്നെ അത് മടുത്തു. അപ്പൊ പുതിയ കാര്യങ്ങൾ എന്ത് ചെയ്യുക, അയാൾക്ക് ട്രൈ ഔട്ട് ചെയ്യാൻ കൊടുക്കുക, പഠിക്കാൻ കൊടുക്കുക. അപ്പൊ അയാൾ ചിലപ്പോൾ അതിലായിരിക്കും കൂടുതൽ എന്ത് ചെയ്യുക, എക്സൽ ചെയ്യുക. അപ്പം ആ ഒരു രീതി ഓഫ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ സ്ട്രക്ചർ ഈസ് ഓൾവേസ് ദെയർ, KPI വിൽ ബി ദെയർ, പെർഫോമൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡെക്സ് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത് പോകുന്നത്. അപ്പൊ അനന്തുവിന്റെ ഇപ്പോൾ ഒരു കറന്റ് ഡേ ഇൻ ലൈഫ് ആസ് എ CEO എങ്ങനെയായിരിക്കും? ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ലൈക്ക് ആഫ്റ്റർ 4 ഇയേഴ്സ് ഐ എം ടോട്ടലി ഫ്രീ റൈറ്റ് നൗ. ആദ്യത്തെ 4 ഇയേഴ്സ് ഭയങ്കര സ്ട്രഗ്ലിംഗ് ആണ്. ഇപ്പൊ കുറച്ചും കൂടെ ഫ്രീ ആണ്. ദാറ്റ്സ് വൈ നമ്മളിപ്പം രാവിലെ ഇവിടെ ഇരിക്കുന്നു എന്ന് പറയാം. ശനിയാഴ്ച ദിവസം നമ്മൾ രാവിലെ ഇവിടെ ഇരിക്കുന്നു എന്ന് പറയാം. അപ്പം അത് 4 ഇയേഴ്സ് മുമ്പത്തെ അവസ്ഥ എന്ന് പറഞ്ഞു. 4 ഇയേഴ്സ് മുമ്പത്തെ ലൈക്ക് എവറിത്തിങ് എല്ലാത്തിലും നമ്മൾ തലയിടേണ്ടി വരും. അപ്പം എനിക്കൊരു തുടങ്ങുമ്പോൾ എല്ലാ ഫൗണ്ടേഴ്സിനുള്ള തോന്നും ഞാൻ ചെയ്താലേ ഭംഗിയാവുള്ളൂ എന്നൊരു തോന്നലുണ്ട്. അതെ അതെ.
നമ്മൾ ആ ഒരു നമ്മുടെ ഈഗോ ഉണ്ടല്ലോ, അപ്പൊ നമ്മൾ ആ പെർഫെക്ഷനിസം എയിം ചെയ്യും. അപ്പൊ ആ ഒരു ഇതിനെ എങ്ങനെ ബ്രേക്ക് ത്രൂ ചെയ്തെങ്കിലും ആക്ച്വലി അത് ഭയങ്കര പ്രശ്നമാണ്. എല്ലാ ഫൗണ്ടേഴ്സിനും ഞാൻ ചെയ്താലേ വൃത്തിയാവുള്ളൂ, ഞാൻ ചെയ്താലേ അത് കറക്റ്റ് ആവുള്ളൂ എന്നുള്ള തോന്നൽ എനിക്കും ഉണ്ടായിരുന്നു. അപ്പം അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രൈ ഔട്ട് ചെയ്യണം. ഞാൻ ഇല്ലെങ്കിലും ഇത് റൺ ചെയ്യണം എന്നുള്ള മൈൻഡ് സെറ്റിലേക്ക് ഇതിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ എനിക്ക് നാളെ ഒരു വർഷത്തേക്ക് ഇവിടുന്ന് പോകേണ്ടി വന്നു എന്തെങ്കിലും കാര്യം, എന്നാലും ഈ സിസ്റ്റം അവിടെ ഉണ്ടാവണം. ഇപ്പൊ എങ്ങനെ സ്കെയിൽ ചെയ്യുന്നു അതുപോലെ സ്കെയിൽ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യണം, ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ അതിന് നമ്മൾ പ്രോപ്പർ ഇന്റേൺസിനെ കണ്ടെത്തുക, അവർക്ക് ടാസ്ക് കൊടുക്കുക. അപ്പം ഇന്റേൺസ് ആയിട്ട് വരുന്നവർ പോലും നല്ല പൊസിഷനിലേക്ക് അവർക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം, നമ്മൾ ഓപ്പർച്യൂണിറ്റി കൊടുത്ത് കൊണ്ടുവരണം. അവർക്ക് റിസ്ക് കൊടുത്ത് അവർക്ക് അത് പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്താൽ മാത്രമേ ചിലപ്പോൾ അവർക്ക് നമ്മളെക്കാൾ കഴിവുണ്ടാകും. ഇപ്പം നമ്മുടെ എല്ലാവരുടെയും പ്രധാന പ്രശ്നം ഈ ഒരു ഫൗണ്ടർക്ക് ഇല്ലാത്ത സെൽഫ് അവയർനെസ് ആണ്. എനിക്ക് എന്ത് പറ്റും എന്ത് പറ്റില്ല എന്നുള്ള കൃത്യമായ സെൽഫ് അവയർനെസ് ഉണ്ടാവും. ആ സെൽഫ് അവയർനെസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ട്, ഒരു തമിഴ്നാട്ടിലെ ഒരു ഭയങ്കര ഏജ്ഡ് ആയിട്ടുള്ള ഒരു ഫൗണ്ടർ സംസാരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ബിസിനസിനെ കുറിച്ച്. എനിക്ക് കണക്കറിഞ്ഞൂടാ, ഡിസൈൻ അറിഞ്ഞൂടാ, എനിക്ക് ഹിന്ദി അറിഞ്ഞൂടാ, തമിഴ് മാത്രമേ അറിയുള്ളൂ, ഇംഗ്ലീഷ് അറിഞ്ഞൂടാ, ഒന്നും അറിഞ്ഞൂടാ. പക്ഷെ എനിക്കൊരു 20 പേര് എന്റെ കൂടെ ഉണ്ട്. ഇംഗ്ലീഷ് അറിയാവുന്ന ആള്, തമിഴ് അറിയാവുന്ന, തെലുങ്ക് അറിയാവുന്ന ആള്, ഡിസൈൻ അറിയാവുന്ന ആൾ, ഇതറിയാം. അവരോടൊപ്പം നിന്നിട്ട് അല്ലെങ്കിൽ ഒന്നല്ല അവരോടൊപ്പം നിന്നിട്ട് എന്ത് ചെയ്യുക, അവരുടെ കൊണ്ട് എന്ത് ചെയ്യുക, അത് ചെയ്യിച്ചു കഴിഞ്ഞാൽ ബിസിനസ് ചെയ്യും. അപ്പൊ ബിസിനസ് ചെയ്യാൻ ഇതെല്ലാം പഠിക്കുന്നൊന്നും ഇല്ല. അപ്പം എനിക്കത് പറ്റാത്ത കാര്യം എന്നേക്കാൾ നല്ല ഒരാളെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം, അത് ചെയ്യാൻ വേണ്ടി പറ്റണം. അല്ലെങ്കിൽ എനിക്കത് പറ്റുന്നതാണെങ്കിലും എനിക്കതിന് ടൈം ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ സമയം എന്നേക്കാൾ എന്ത് ചെയ്യുന്നത്, കഴിവുള്ള ഒരാളെ കൊണ്ട് അത് എന്ത് ചെയ്യുക, ചെയ്യിക്കാന്നുള്ള മൈൻഡ് സെറ്റിലേക്ക് ഒരു ഫൗണ്ടർ എന്ന് മാറണം. അന്ന് മാത്രമേ അയാൾക്ക് സമാധാനത്തോടുകൂടി ആ കമ്പനിയിൽ ഇരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതിന് നമുക്ക് വേണ്ട ഒരു കാര്യം ട്രസ്റ്റ് ആണ്. അവരെ ട്രസ്റ്റ് ചെയ്യാന്നുള്ള സാധനമാണ്. നമ്മൾ ജെനുവിൻ ആയിട്ടുള്ള ആളുകളെ ഐഡന്റിഫൈ ചെയ്തിട്ട്, ജെനുവിനിറ്റിയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ബിസിനസ്സിൽ. അപ്പം അതിനപ്പുറത്തേക്ക് ട്രസ്റ്റ്, ആ ട്രസ്റ്റ് ഉള്ള ആളുകളെ നമ്മുടെ ഇതിലേക്ക് പ്ലേസ് ചെയ്തിട്ട് അവരെ അത് കൊടുത്തിട്ട് അവരെ പിന്നെ എന്ത് ചെയ്യുക, മോണിറ്റർ ചെയ്യുക എന്നുള്ള പ്രോസസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, കൊണ്ടുവരിക എന്നുള്ളതാണ് മെയിൻലി ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ഇപ്പൊ അടുത്ത് ഞാൻ പിന്നെ സൈലത്തിന് ന്യൂസിൽ കണ്ടത് ഫിസിക്സ് വാല കമ്പനി അക്വയർ ചെയ്തു 50% ഓഫ് ദാറ്റ്. ആ ഒരു പ്രോസസ് കോൺവെർസേഷൻ സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു? ആക്ച്വലി ലൈക്ക് ഞങ്ങള് ഇപ്പം 2 year ബാക്ക് നമ്മൾ അതിന് പോകുന്ന സമയത്ത് അലോകമായിട്ട് മുമ്പ് പരിചയം ഉണ്ടായിരുന്നോ? അങ്ങനെ പരിചയമില്ലായിരുന്നു. ആക്ച്വലി നമുക്കിപ്പം ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും നമുക്ക് ആക്ച്വലി ഇപ്പം കാലിക്കറ്റ് ടൗണിൽ നമ്മളൊരു ബിൽഡിങ്ങിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വന്നു, നമ്മുടേതായ ക്യാമ്പസ് ബിൽഡ് ചെയ്യണം എന്നൊരു ആഗ്രഹം വന്നപ്പോൾ നമ്മൾ അത്രയും ഫണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. നമ്മുടെ കാര്യം നമ്മൾ വേറൊരു ഫണ്ടിങ് അതുവരെ എടുത്തിട്ടില്ല. ഒരു ഫണ്ട് നമ്മൾ എവിടെ നിന്നും ചെയ്തില്ല. ഫ്രം സീറോ ഇൻ മൈ ഹാൻഡ് ആണ് ഞാൻ ആ ബിസിനസ് എന്ത് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത്. 1 ലക്ഷം പോലും എന്റെ കയ്യിലില്ലാതെ ഞാൻ എന്ത് ചെയ്യുന്നത് ആ ബിസിനസ് തുടങ്ങുന്ന പോയി. ബട്ട് വി ആർ പ്രോഫിറ്റബിൾ ബിക്കോസ് നമുക്ക് ഈ എഡ്യൂക്കേഷൻ ബിസിനസിന്റെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സെഗ്മെന്റിൽ നമുക്ക് ഇനിഷ്യലി തന്നെ എന്ത് ചെയ്യും, കുട്ടികൾ ഫീസ് അടയ്ക്കുന്നതുകൊണ്ട് തന്നെ വി ക്യാൻ റൺ ദാറ്റ് സിസ്റ്റം. പക്ഷെ ബ്രേക്ക് ഈവൻ ഒരു 10% അല്ലെങ്കിൽ 5% എബിറ്റയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റൺ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനൊരു ഫണ്ടിന്റെ ആവശ്യത്തിനായിട്ടാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, പല രീതിയിൽ അപ്രോച്ച് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഇൻവെസ്റ്റർ ബാങ്കിങ് ആയിട്ടുള്ള ഒരാളെ കണ്ടുപിടിച്ചു. ആളാണ് എന്ത് ചെയ്തത്, പലയിടത്തും പ്രപ്പോസൽ അയച്ചു പോയി. സ്ട്രാറ്റജിക് ആയിട്ടുള്ള ആളുകൾക്കും പ്രപ്പോസൽ അയച്ചു. മീൻസ് ഫിനാൻഷ്യൽ ആയിട്ടുള്ളവർക്കും സ്ട്രാറ്റജിക് ആയിട്ടുള്ളവർക്കും എന്ത് ചെയ്തു, പ്രപ്പോസൽ അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അയച്ച സമയത്താണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഫിസിക്സ് വാല എന്ത് ചെയ്യുന്നത്, അപ്രോച്ച് ചെയ്യുന്നത്. അപ്പം ആ സമയത്ത് നമ്മൾ ഡിസ്കഷനിൽ നമ്മൾ തമ്മിൽ ഫിസിക്സ് വാല അതിന് മുമ്പ് എനിക്കറിയാം. ബിക്കോസ് ഞാൻ എല്ലാ കോമ്പറ്റീറ്റേഴ്സിനെയും ഞാൻ എന്ത് ചെയ്യും, അതിന് മുമ്പേ അനലൈസ് ചെയ്തിട്ട് മാത്രമേ ഞാൻ എന്ത് ചെയ്യാറുള്ളൂ, പോകാറുള്ളൂ. അപ്പൊ അങ്ങനെ ഞാൻ എന്ത് ചെയ്തതാണ്, ഈ നമ്മളുടെ സെയിം പ്ലേ ബുക്ക്, സെയിം അലൈൻമെന്റ് അവർക്കുണ്ട്. ഒരേ രീതിയിൽ കുട്ടികളുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു, ഒരേ രീതിയിൽ കുട്ടികളുമായിട്ട് കണക്ട് ചെയ്യുന്നു, ഒരേ രീതിയിൽ കുട്ടികളെ സ്നേഹിക്കുന്നു, ഒരേ രീതിയിലേക്ക് ഇപ്പം അലക് പാണ്ഡെ എങ്ങനെയാണോ കുട്ടികളുമായി സംസാരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഓരോ ടീച്ചേഴ്സും സംസാരിക്കുന്നത്. അപ്പം അവരുടെ മൈൻഡ് സെറ്റും കുട്ടികൾക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ഏറ്റവും ക്വാളിറ്റി കണ്ടന്റ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളുമായിട്ട് അലൈൻഡ് ആണ്. പിന്നെ ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ ഡിസ്കഷൻ സ്ട്രാറ്റജിക് ആയിട്ട് ഇവർ വരുന്ന സമയത്ത് എന്റെ ടെക്നോളജി പാർട്ട് കുറച്ചും കൂടെ അവർ സോൾവ് ആക്കാൻ പറ്റുമായിരുന്നു. കാര്യം ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ടെക്കിൽ ഏറ്റവും മെയിൻ സാധനമാണ് ടെക്നോളജി. അപ്പൊ നമുക്കൊരു ഇൻഹൗസ് അത്രയും മെമ്പർ ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എക്റ്റിക്കായിരുന്നു ആ സമയത്ത്. ബിക്കോസ് എനിക്കൊരു ടെക്നോളജി ഒരു ബാക്ക്ഗ്രൗണ്ടോ, ഞാൻ MBBS കഴിഞ്ഞിട്ടാണല്ലോ ഇതിലേക്ക് വരുന്നത്. അപ്പം എനിക്ക് ടെക്നോളജി ബാക്ക്ഗ്രൗണ്ട് ഇല്ല, എനിക്ക് ഈ പറയുന്ന പോലെ ബിസിനസ് മാൻ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലായിരുന്നു. അപ്പം അവിടുന്ന് വരുന്ന സമയത്ത് എനിക്ക് ടെക്നോളജി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബിസിനസ് എനിക്ക് പഠിച്ചെടുക്കാൻ ടെക്നോളജി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് ആസ് എ ടീച്ചർ എനിക്ക് അതിൽ അക്കാഡമിക് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഇതിലും കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തപ്പം അപ്പൊ അവരുടെ ആ ഒരു റിസോഴ്സസ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ദേ ഹാവ് ഫണ്ട്, ദേ ആർ ലൈക്ക് ആ സമയത്ത് എന്താണ് ഇനഫ് ഫണ്ട് ഉണ്ടായിരുന്നു, ദേ ഗോട്ട് ഫണ്ടിങ്. അപ്പൊ എല്ലാം കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു, നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ആ സമയത്ത് അവർക്ക് ഇവിടെ റൺ ചെയ്യാനും പറ്റില്ല. ബിക്കോസ് എൻട്രി ബാരിയർ ഇസ് സോ ഹൈ. ഇതൊരു സർവീസ് ഓറിയന്റഡ് ബിസിനസ് ആണ്. അപ്പം പുറത്തുനിന്ന് ഒരാൾക്ക് ഈ ഒരു സ്ഥലത്തേക്ക് ലാംഗ്വേജ് അറിയാതെ ഈ ഒരു സ്ഥലത്തേക്ക് സർവീസ് ഓറിയന്റഡ് ബിസിനസ് കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അവർ രണ്ടുപേരും നോക്കുമ്പോഴത്തേക്കും വി ടുഗദർ വിൽ വർക്ക്. കാര്യം അവര് നോർത്ത് ഇന്ത്യ ദേ വിൽ ടേക്ക് കെയർ, വി വിൽ ടേക്ക് കെയർ ഓഫ് സൗത്ത് ഇന്ത്യ. അപ്പൊ ഒരു കോമൺ ഒരു നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, ഒരു പാൻ ഇന്ത്യൻ എട്ടെക് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ എന്ത്
ചെയ്യാണ്. ഒരു ഇറ്റ്സ് ലൈക്ക് എ മാരേജ് ആയിരുന്നു രണ്ടുപേരും തമ്മിലുള്ള. അപ്പൊ അതാണ് അവിടെ നടന്നതെന്ന് പറയുന്നത്. സോ അറ്റ് ദാറ്റ് ടൈം ഒരു പ്രോപ്പർ സ്ട്രക്ചർ ഉണ്ടായി, എങ്ങനെ വർക്ക് ചെയ്യണം, അവരെന്തൊക്കെ സപ്പോർട്ട് ചെയ്യും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആൻഡ് വി ഹാവ് ഒരു വിഷൻ ഉണ്ടായിരുന്നു. ഒരു പബ്ലിക് ലിസ്റ്റഡ് ആദ്യത്തെ ഒരു ടെക് ഫേം ആയി മാറണം എന്നുള്ള ഒരു വിഷൻ നമുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ നെക്സ്റ്റ് ഇയറിൽ ഓൾമോസ്റ്റ് IPO പ്ലാൻസ് അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പം നമ്മുടെ ആരാണോ നമ്മുടെ IPOക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ടീംസ് എല്ലാം ഇപ്പൊ അതിന്റെ പ്രോസസ്സിംഗിലാണ് നമ്മൾ ഇപ്പം ടോട്ടലി ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏത് അക്കൗണ്ട്സ് ചെയ്യും, ബാക്കിയുള്ള ഞങ്ങൾ സ്റ്റിൽ ഓൺ സ്റ്റുഡന്റ് സൈഡ് അക്കാഡമിക്സ് ബാക്കിയുള്ള കാര്യങ്ങൾ തന്നെ ഫോക്കസ്. ഞാൻ ഇപ്പൊ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു ഒരു 13,000 സ്റ്റുഡൻസ് ഉള്ള ഒരു വീഡിയോ കണ്ടു. ദാറ്റ് വാസ് ദ വീഡിയോ ദാറ്റ് കോട്ട് മൈ അറ്റൻഷൻ. അതായത് KGF സ്റ്റൈൽ ഒരു മാസ് വീഡിയോ. അപ്പൊ ആ ഒരു കൈൻഡ് ഓഫ് എന്താ പറയാ, ഫ്രം എ ബ്രാൻഡ് ഫൗണ്ടേഴ്സ് പെർസ്പെക്റ്റീവ്, നോട്ട് ഫ്രം ദ ആ ഒരു ക്യാമ്പയിൻ എങ്ങനെയാണ്? വേറെ ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം നമുക്കേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. കാര്യം കോഴിക്കോട് ഇത്രയധികം കുട്ടികളെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം നമ്മൾ മാത്രമാണ്, സൈലം മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്കുള്ള കാര്യം നമ്മൾ ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ സ്റ്റുഡൻസ് നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് അതിൽ ആ ഒരു ഇവന്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഞങ്ങളുടെ ഏറ്റവും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കുട്ടികളുടെ ലൈഫിൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും, അവരുടെ സ്ട്രെസ് റിലീസ് ചെയ്യാനും അവരെ മോട്ടിവേറ്റ് ചെയ്യാനും ഇവന്റ്സ് നടത്തും. അതിലൊരു ഇവന്റ് ആണ് സൈലം അവാർഡ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കഴിഞ്ഞ ഒരു 1 ഇയറിൽ നമ്മളിൽ നിന്ന് അച്ചീവ് ചെയ്തിട്ടുള്ള 2400+ MBBS ആൻഡ് എഞ്ചിനീയേഴ്സ് അന്ന് അവിടെ വന്നിട്ടുണ്ട്. ഒരു അലുമിനി ഗാദറിംഗ്. അപ്പം അവർക്ക് അവാർഡ്, അവരുടെ ടോപ്പേഴ്സിന് അവാർഡ് കൊടുക്കുന്നത് സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ടൊവിനോയാണ്. അപ്പം സ്വാഭാവികമായും സൈലം അടുത്ത തവണ ഇതിനേക്കാൾ വലിയ ഇവന്റ് പ്ലാൻ ചെയ്യുക, കുട്ടികൾക്ക് അറിയാം. അപ്പൊ ആ ഇവന്റിൽ ഞാൻ അവാർഡ് വാങ്ങണമെന്ന് അവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികൾക്കും എന്തുണ്ടാകും, മോട്ടിവേറ്റഡ് ആകും. ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷമൊക്കെ ആയിരിക്കും അതിൽ പലരും എക്സാം എഴുതാം. കാര്യം +1 കുട്ടികളും ഒക്കെ ഉണ്ട് സ്കൂളിൽ. അപ്പൊ അവർ അടുത്ത വർഷമായിരിക്കും എക്സാം എഴുതാം. അപ്പൊ ആ എക്സാം എഴുതി കഴിഞ്ഞ സൈലത്തിൽ ഈ ഒരു ഇവന്റ് അവരുടെ ഒരു ഡ്രീം ആയിരിക്കും. ആ ഒരു ഡ്രീം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബേസിക് അതിന്റെ ഒരു സ്റ്റുഡന്റ് സൈഡിലുള്ള ഇന്റൻഷൻ എന്ന് പറയുന്നത്. ബാക്കി ഇറ്റ്സ് പാർട്ട് ഓഫ് ബ്രാൻഡിങ്, എവറിഥിങ് വിൽ ബി ദെയർ. പക്ഷെ അതൊരു വലിയ ഇവന്റ് ആയി മാറി, ഒരു ഡിസ്കഷൻ ആയി മാറി. വേറെ ഇതുവരെ കേരളത്തിൽ നടക്കാത്തൊരു സംഭവമായിട്ട് ആളുകൾ എന്ത് ചെയ്തു, ഒരുപാട് ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഫൗണ്ടേഴ്സ് ഷുഡ് ബി ഫോക്കസ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ. ആ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് ആണല്ലോ. വി ആർ ആക്ച്വലി ഒരു കമ്മ്യൂണിറ്റി ഡ്രിവൻ ആയിരുന്നു. നമുക്ക് ഏകദേശം ഞാൻ പറഞ്ഞില്ല 50 യൂട്യൂബ് ചാനൽ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് 0 ആണ്. CAC is very 0. കാര്യം നമുക്ക് ഡയറക്ട്ലി നമ്മുടെ സ്റ്റുഡൻസിന് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് കറക്റ്റ്ലി നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരും. ഇപ്പൊ സൈലം SSLC 1.5 മില്യൺ ഉണ്ട്. പക്ഷേ വൺ ഓഫ് ദി ടോപ്പ് യൂട്യൂബ് ചാനൽ ഇൻ കേരള. പക്ഷെ നോർമൽ ഓഡിയൻസിന് അത് അറിയില്ല. കാര്യം അതിലുള്ള എല്ലാ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞ സ്റ്റുഡൻസ് ആണ്. ഞാൻ ഇന്നലെ ഈ പോഡ്കാസ്റ്റിന്റെ ഭാഗമായിട്ട് റിസർച്ച് സമയത്താണ് ഞാൻ സൈലം അടിച്ചപ്പോ കുറെ ചാനൽസ് ഉണ്ട്. സൈലം 8, സൈലം 9. അപ്പൊ 8ാം ക്ലാസ് പിള്ളേർക്കുള്ള ചാനൽ മാത്രം എക്സ്ക്ലൂസീവ് ചാനലാണ്. കാര്യം ഇറ്റ്സ് ഓൾ അബൌട്ട് ഈ അങ്ങനെ 50 ചാനൽസ് ഉണ്ട്. 50 ചാനൽസ്. അതിന്റെ കാരണം വെച്ചാൽ നമുക്ക് എക്സ്ക്ലൂസീവ് ചാനൽ അല്ല എങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം ഞാൻ 8ാം ക്ലാസ്സിൽ ഒരു കണ്ടന്റ് അതിലിടുകയാണ്. അപ്പം അത് നോട്ടിഫിക്കേഷൻ വന്നിട്ട് അതിൽ കയറുന്ന ഒരു 9ാം ക്ലാസ്സുകാരനാണെങ്കിൽ അയാൾ ബാക്ക് അടിക്കും. അപ്പം അതിന്റെ ആവറേജ് വാച്ച് ടൈം കുറയും. യൂട്യൂബിന് അറിയില്ലല്ലോ ഇത് 9ാം ക്ലാസ്സുകാരനാണോ 8ാം ക്ലാസ്സുകാരനാണെന്ന്. അപ്പം നോട്ടിഫിക്കേഷൻ ആൻഡ് റീച്ച് ആണ് യൂട്യൂബിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. അതിന് എക്സ്ക്ലൂസീവ് കറക്റ്റ് ടാർഗറ്റ് ഓഡിയൻസിന് വേണ്ടിയുള്ള യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം SSLCയിലുള്ള ഒരു കണ്ടന്റ് SSLCക്കാർ മാത്രമേ നോട്ടിഫിക്കേഷൻ പോവുള്ളൂ. അപ്പം 8ാം ക്ലാസ്സിന് മാത്രമേ പോകുന്നുള്ളൂ. അതേസമയം നമ്മൾ എല്ലാം കൂടെ ഒറ്റ ചാനലാണെങ്കിൽ നീറ്റിന് വേണ്ടി ഇട്ട കണ്ടന്റ് 6ാം ക്ലാസ്സുകാരന് പോയാൽ അവനതിന് അന്ന് ആവശ്യമില്ലത്, അവൻ ബാക്ക് അടിക്കും. അപ്പൊ JEE കണ്ടന്റ് നീറ്റുകാർക്ക് പോയാലും ബാക്ക് അടിക്കും. അപ്പൊ എല്ലാത്തിനും എക്സ്ക്ലൂസീവ് ആയപ്പോൾ ആ ടാർഗറ്റ് ഓഡിയൻസ് മാത്രമേ അവർ ഇവിടെ എന്ത് ചെയ്യുള്ളൂ, വരുള്ളൂ. അപ്പൊ നമുക്ക് ബെറ്റർ പെർഫോമൻസ് കിട്ടും. ഇറ്റ്സ് ഓൾ ഡിജിറ്റലി. അത് നമ്മൾ പഠിച്ചിട്ട് തന്നെയാണ് ആ സാധനങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്. അത്രയും ചാനലുണ്ട്. എല്ലാവരും നമ്മളോട് ചോദിക്കും എന്തിനും ഇത്രയും ചാനൽ, ഒറ്റ ചാനലാക്കിയാൽ പോരാ. ഒറ്റ ചാനലാക്കി കഴിഞ്ഞാൽ അതിന്റെ പെർഫോമൻസ് റീച്ചും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എന്തായിരിക്കും, കുറവായിരിക്കും. കാര്യം പല സെഗ്മെന്റ് ഓഫ് ഓഡിയൻസ് ആണ് വരുന്നത്. മനസ്സിലായി. ഇൻഫ്ലുവൻസറുടെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് എല്ലാം അവിടെ എല്ലാ കണ്ടന്റും കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഇത് പലതും പല കണ്ടന്റുകളാണ്. SSCക്കുള്ള കണ്ടന്റ് വേറെയാണ്, CA-ക്കുള്ള കണ്ടന്റ് വേറെയാണ്. അപ്പൊ അതെല്ലാം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ചാനലിലാണെങ്കിൽ ആ ഓഡിയൻസ് മാത്രം അവിടെ വന്നത് വൃത്തിയിൽ കണ്ടതിന് ബെറ്റർ റീച്ച് കിട്ടി അവർ പോകും. അപ്പൊ ഞാൻ ഈ ഭാഗത്ത് കുറച്ചുകൂടി ചോദിക്കുന്നുണ്ട്, ഡബിൾ ഡൗൺ ചെയ്യുന്നത്. അതായത് ഇപ്പൊ 8ാം ക്ലാസ്സിലുള്ള ആള് അല്ലെങ്കിൽ 9ാം ക്ലാസ്സിലുള്ള ആള്, അപ്പൊ അവര് ക്ലാസ് മാറുമ്പോ അവര് ആ ഒരു സബ്സ്ക്രൈബ് ചെയ്തിട്ട് പുതിയ ചാനൽ സ്വിച്ച് ഓവർ ചെയ്യാന്നുള്ളതാണ് പ്രോസസ്. ഒരു പ്ലേ ബുക്ക് ഒരു പീരീഡ് ആവുന്ന സമയത്ത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറയാറുണ്ട്. പക്ഷെ അടുത്തൊരു സെറ്റ് ഓഫ് ആളുകൾ വരുമ്പോൾ അത് എന്ത് ചെയ്യും, അപ്പാറുണ്ട്. ഡേറ്റയിൽ കൂടുതൽ നോക്കാറുണ്ട്. ഡേറ്റ ഡ്രിവൺ ആണ് ടോട്ടലി. കാര്യം ഒരു സ്റ്റാർട്ടപ്പ് കൾച്ചറിന്റെ ഭാഗമായിരിക്കും. സൈലം ഇനിഷ്യലി അങ്ങനെയൊന്നും അല്ലായിരുന്നു. വൺസ് വിസിക്സ്വാലൈസ് ഇൻ, നമുക്കിപ്പോ കേരളത്തിൽ ഒരു സ്റ്റാർട്ടപ്പ് കൾച്ചർ വളരെ കുറവാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം സ്റ്റാർട്ടപ്പ് കൾച്ചർ വെച്ചിട്ടും ഈ പറയുന്ന പോലെ KPI പ്രോപ്പർലി പ്രോസസ്സുകൾ വെച്ചിട്ടും വർക്ക് ചെയ്യുന്നവർ വളരെ കുറവാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ സൈലം അങ്ങനെ അല്ലായിരുന്നു ഫസ്റ്റ്. ബട്ട് വൺസ് വി അലൈൻ വിത്ത് ഫിസിക്സ്വാല, ദെൻ അവരുടെ പ്രോസസ്സുകൾ നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വാട്ട് വാസ് ദി ഡിഫറൻസ് യു ഫൗണ്ട്? ലൈക്ക് ഓൾ ഡേറ്റ ഡ്രിവൻ ആണ്. അപ്പം എൻ്റെ തിങ് ഈസ് ഡേറ്റ ഡ്രിവൻ. കുട്ടികൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് നമ്മൾ പേഴ്സൺ ടു പേഴ്സൺ NPS അവരെടുക്കും, നെറ്റ് പ്രൊമോട്ടർ സ്കോർ എടുത്തിട്ട് അവർക്ക്, അതായത് NPS മീൻസ് ലൈക്ക് ഈ ക്ലാസ് ഞാൻ ഒരു കുട്ടിയാണെങ്കിൽ ഞാൻ അടുത്തൊരാൾക്ക് അതിനെ എന്ത് ചെയ്യുന്നുണ്ട്,
റെഫർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് NPS സ്കോർ എന്ന് നമ്മൾ ബേസിക്കലി മനസ്സിലാക്കുക. ആ NPS സ്കോർ ഓരോ വർഷം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് അവർ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ സൈലവുമായി സ്റ്റുഡൻസിനെ എടുക്കുന്നുണ്ടല്ലേ. സ്റ്റുഡൻസിന്റെ കയ്യിൽ നിന്ന് NPS ഞാൻ പറഞ്ഞ മിനിമം ആ ഡേറ്റ തൊട്ട് യൂട്യൂബിന്റെ എംപ്ലോയീസിന്റെ എല്ലാ ഡേറ്റകളും ROI കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഡേറ്റ ഡ്രിവൺ ആക്കി മാറ്റി എന്നുള്ളതാണ് ആക്ച്വലി എന്ത് ഡേറ്റ അല്ലാതെ ഒരു കാര്യത്തിലും എന്ത് ചെയ്യില്ല നമ്മൾ ഡിസ്കഷൻ പോലും മുമ്പോട്ട് കൊണ്ടുപോകാത്ത രീതിയിലേക്ക്. ഇപ്പൊ ഡേറ്റ ഇല്ലാത്ത ഒരേ ഒരു കാര്യം ബ്രാൻഡിങ്ങിൽ മാത്രമാണ്. ബ്രാൻഡിങ് എന്ന് പറഞ്ഞ പ്രോസസ്സിന് ഡേറ്റ ഉണ്ടാവില്ല. ദാറ്റ് ഈസ് ഔട്ട് ഓഫ് ഡേറ്റ. ബിക്കോസ് സൈലം എന്ന ബ്രാൻഡ് ഇപ്പം ഫെലിക്സ് ചിന്തിക്കുന്ന ഒരു പെർസ്പെക്റ്റീവ് അത്രയും വലിപ്പം ആയിരിക്കത്തില്ല ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് ഉണ്ടാകുക. ചിലപ്പോൾ പുറത്തൊരാൾ കാണുമ്പോൾ വേറൊരാൾക്കുള്ള മൈൻഡിലെ സൈലം എന്ന ബ്രാൻഡ് ആയിരിക്കത്തില്ല അടുത്ത ആൾക്ക് ഉണ്ടാകാം. കുട്ടികൾക്ക് മനസ്സിൽ സൈലം എങ്ങനെ കാണുന്ന പോലെ ആയിരിക്കത്തില്ല പേരൻസിന് മനസ്സിലുണ്ടാകും. ബ്രാൻഡിങ്ങിന് മാത്രം ഡേറ്റ ഉണ്ടാവില്ല. ബ്രാൻഡിങ് നമ്മൾ എന്ത് ബ്രാൻഡിങ്ങിന് ചെയ്താലും നമ്മൾക്കൊരു വിശ്വാസമാണ് അത് ഇത്ര എത്തിയെന്നത് നമുക്ക് പറയാനും പറ്റും. എത്തിയ ആളുകളെ പറ്റുള്ളൂ. അവരിൽ എന്ത് ബ്രാൻഡ് നമ്മളെന്ന ബ്രാൻഡ് എത്രത്തോളം ക്രിയേറ്റ് എഫക്ട് ഉണ്ടാക്കി എന്നുള്ളത് സത്യത്തിൽ നമുക്ക് അളക്കാൻ പറ്റില്ലല്ലോ. അത് വെച്ച് ബാക്കി എല്ലാത്തിനും ഷുഡ് ബി ഡേറ്റ ഡ്രിവൺ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഞാൻ ആക്ച്വലി പഠിച്ചതാണ് കേട്ടോ. വൺസ് വി അലൈൻ വിത്ത് എ യൂണിക്കോൺ കമ്പനി ദെൻ ഇറ്റ് ഷുഡ് ബി ഡേറ്റ ഡ്രിവൺ. എന്നാൽ മാത്രമേ നമുക്ക് സിസ്റ്റം ഇൻ പ്ലേസ് ആവുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ സൈലത്തിന്റെ ഒരു നെക്സ്റ്റ് ഒരു 5 years പറയുകയാണെങ്കിൽ 2030 വരെ നമ്മളിപ്പം നെക്സ്റ്റ് 2 years എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ സ്റ്റുഡന്റ് എക്സ്പീരിയൻസ് കൂട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ്. നമ്മൾ എല്ലാ കാറ്റഗറിയിലേക്ക് എത്തി. സോ കാറ്റഗറി എല്ലാ ഹൊറിസോണ്ടൽ എക്സ്പാൻഷൻ നടത്തി. ഓരോ കാറ്റഗറി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം K-12 വരെയുള്ള എല്ലാം LKG to 12 വരെയുള്ള അതിൽ നമ്മൾ എന്ത് ചെയ്തു എല്ലാ സെഗ്മെന്റിലേക്ക് നമ്മൾ വന്നു. അപ്പം അത് കഴിഞ്ഞാൽ നമ്മൾ ഈ കുട്ടികളെല്ലാം എന്ത് ചെയ്തു ഒരു സ്റ്റാൻഡേർഡ് 1 വരുന്ന കുട്ടി 12 വർഷം സൈലത്തിലുണ്ട്. അപ്പം 12 years. സോ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഓരോ വർഷം കൃത്യമായി കൊടുക്കണം. അതിനാണ് നമ്മൾ കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ എന്ന് പറയുന്നത് CLTV. CLTVയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് NPS വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക. NPS ബെറ്റർ ആക്കുന്നതോടുകൂടി CLTV കൂടിക്കൊണ്ടിരിക്കുക. അതായത് കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ. ഇപ്പൊ ഞാൻ പല സ്ഥലങ്ങളിലും പറയാറുണ്ട് ഒരു ഹോട്ടൽ ബിസിനസ്സിലൊക്കെ ഫോറിനേഴ്സിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് റീജിയണൽ ആളുകൾ റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോഴാണ്. കാര്യം അവരെല്ലാം റിപ്പീറ്റഡ് ബിസിനസ് നമുക്ക് വന്നു പോവല്ലേ ഉള്ളൂ. അവർ വണ്ടേ നിൽക്കുക. അപ്പം ചില ആളുകൾ ടേക്ക് കെയർ ചെയ്യുന്ന സമയത്ത് ഈ റീജിയണലി വരുന്ന ആളുകളെ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ആളുകളെ വളരെ ശ്രദ്ധിക്കാതെ മറ്റവരിലേക്ക് കൂടുതൽ ഫോക്കസ് പോകും. അവരെ കൊണ്ട് ടേക്ക് കെയർ അവരുടെ പോകണ്ടെന്നല്ല, അവരുടെ അതേ ഈക്വൽ ഇമ്പോർട്ടൻസ് നിങ്ങൾ ഇപ്പുറത്ത് കൊടുക്കണം. ബിക്കോസ് ഹി വിൽ ബ്രിങ് റിപ്പീറ്റഡ് ബിസിനസ്. അതാണ് കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ എന്ന് മെയിൻലി പറയുന്ന കാര്യം. അപ്പൊ CLTVയിലാണ് ഒരാൾ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യേണ്ടത് ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്ന് ഞാൻ മനസ്സിലാക്കിയത്. സാസ് ബിസിനസ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെ ഫോക്കസ് ചെയ്യണം. പെട്ടൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെയാണ് കാര്യം. വൺസ് ഒരു സ്റ്റുഡന്റ് 6 വന്നാൽ 7 വരണം, 8 വരണം, 9 വരണം, 10 വരണം, 11 വരണം, 12 വരണം. 12 കഴിഞ്ഞാൽ he has to segregate into either NEET or JEE, CMA, PSC, everything. എല്ലാം ഉണ്ട്. UPSC, IELTS, സ്റ്റഡി അബ്രോഡ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഫണലാണ് ആക്ച്വലി എന്ത് ചെയ്തിട്ടുള്ളത് നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കുട്ടികൾ എന്ത് ചെയ്യും വൺസ് എ സൈലമിൻ ഓൾവേസ് എ സൈലമിൻ എന്നുള്ള ടാഗിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി അതിനെ പറ്റും. അതാണ് നമ്മൾ ചെയ്തിട്ട്. അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റുഡന്റ് എക്സ്പീരിയൻസ് കൂട്ടുക എന്നുള്ളതാണ്. ആക്ച്വലി ഇത് ഇപ്പൊ നമ്മൾ ഈ ഫണല് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഇനി ഇവർക്കുള്ള എക്സ്പീരിയൻസ് കൂട്ടുക. അതിൽ ഏറ്റവും മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇൻഫ്ര നമുക്ക് ഓൺ അല്ലാത്ത ഒരു പ്രശ്നം നമുക്ക് ഭയങ്കരമായിട്ടുണ്ട്. അപ്പൊ ഇതിനെ മാറ്റാൻ വേണ്ടി നമ്മൾ സൈലം സിറ്റി എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവരാം. അത് സൈലം സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 acres ഓഫ് ലാൻഡ്. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു ഹോസ്റ്റൽസ് പണിയുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കൃത്യമായി ഒരു 10,000 പേർക്ക് താമസിക്കാവുന്ന ഹോസ്റ്റലുകൾ. അത് കഴിഞ്ഞാൽ അതിന്റെ സെന്ററിൽ ഒരു ഓപ്പൺ സ്റ്റേജ്, ദെൻ ക്യാമ്പസ്, അവർക്ക് വേണ്ട ക്യാമ്പസും അതിനകത്ത് തന്നെ, ദെൻ സ്കൂള്, ഓൺ സ്കൂള്, നമ്മൾ സൈലം സ്കൂള് നമ്മൾ അതിനകത്ത് വരുന്നു, ഓഡിറ്റോറിയംസ് വരുന്നു. അപ്പൊ ഇങ്ങനെ അതൊരു സിറ്റിയിലേക്ക് കുട്ടികൾക്ക് എന്താണ് ഒരു സമയം പോലും നഷ്ടപ്പെടുത്താതെ അവർക്ക് അവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബെറ്റർ എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റുന്ന നമ്മുടെ ഓൺ ഇൻഫ്ര, നമ്മുടെ ഓൺ ഹോസ്റ്റല് നമ്മൾ തന്നെ പണിയുന്ന നമ്മുടേതായിട്ടുള്ള ഒരു ഇൻഫ്രയിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ് ആക്ച്വലി നമ്മൾ ചെയ്യുന്ന ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത്. എക്സ്പെൻസും കട്ട് ഡൗൺ ചെയ്യും. എക്സ്പെൻസും കട്ട് ചെയ്യും. ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കുട്ടികൾക്ക് നല്ല വെച്ച് ഫുഡ് അപ്പൊ തന്നെ കൊടുക്കാൻ പറ്റും. ഇപ്പൊ ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. അപ്പൊ ഇതാകുമ്പോൾ അവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കുട്ടിക്ക് ഫുഡ് കൊടുക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. കിച്ചണൊക്കെ അവിടെ തന്നെ ആയിരിക്കും. അപ്പൊ ഇതെല്ലാം വെച്ച് നമ്മൾ ആ സിസ്റ്റത്തിനെ മൊത്തത്തിൽ നമ്മുടേതായിട്ട് എന്ത് ചെയ്യുകയാണ്, ഒരു സ്ഥലം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ഫോർ ബെറ്റർ എക്സ്പീരിയൻസ് ഫോർ ദ സ്റ്റുഡൻസ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിന് നമ്മുടെ എക്സ്പെക്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പെൻഡ് ഒരുപാടുണ്ട് അതിൽ. ഇപ്പം ഫോർ എക്സാമ്പിൾ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നോക്കി അത് വയബിൾ ആവണമെന്നുണ്ടാവില്ല. പക്ഷെ നമ്മൾ അവിടെയും ബിസിനസ് ആസ്പെക്ട്, പക്ഷെ സ്റ്റുഡന്റ് എക്സ്പീരിയൻസിൽ ദാറ്റ് ഈസ് ഫാർ ബെറ്റർ. അത് കുറച്ചും കൂടെ സ്റ്റുഡൻസ് എന്ത് ചെയ്യും, നമ്മളുടെ ഇപ്പൊ ഏത് കോമ്പറ്റീറ്ററിനും റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം നമ്മൾ ചെയ്യാന്നുള്ളതാണ് നമ്മൾ അവിടെ കമ്മ്യൂണിറ്റി ആണ്. മൊത്തത്തിൽ അതിലൊരു
ഒരു പുതിയ എക്സ്പീരിയൻസ് വരുന്ന സ്റ്റുഡൻസിന് കൊടുക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ് നമ്മൾ മെയിൻലി. അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ കൊടുത്ത് അപ്പൊ നമുക്ക് കുറച്ചും കൂടെ അവരെല്ലാം ഒരു സ്ഥലത്താകുമ്പോഴത്തേക്ക് നമുക്ക് അവരെ ഇടയ്ക്കിടയ്ക്ക് ഗ്യാദർ ചെയ്യിക്കാം, അവർക്ക് വേണ്ട മോട്ടിവേഷൻസ് കൊടുക്കാം, അവർക്ക് വേണ്ട കണ്ടന്റുകൾ കൊടുക്കാം. അപ്പം അതെല്ലാം നമ്മുടെ ഓൺ സ്ഥലങ്ങൾ, നമ്മുടെ ഓൺ സിസ്റ്റം ഉള്ളപ്പം നമുക്ക് കുറച്ചും കൂടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഭംഗിയിൽ കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും എന്നുള്ള തോട്ട് പ്രോസസ്സിലാണ് ആ സൈലം സിറ്റി വന്നത്. പിന്നെ നമ്മുടെ ഓൺ സ്കൂളുകൾ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ് കേരളത്തിൽ, ഓൺ ഇൻഫ്ര, ഓൺ സ്കൂൾ എല്ലാ ജില്ലകളിലേക്കും കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. ഇതിന്റെ മിനിയേച്ചർ ഫോമുകൾ നമ്മൾ ഇതൊരു ബിഗർ സിറ്റി സൈലം സിറ്റി കോഴിക്കോട് വന്നാൽ അതിന്റെ മിനിയേച്ചർ ഫോം തൃശ്ശൂർ, കോട്ടയം, ട്രിവാൻഡ്രത്ത് കൊണ്ടുവരിക. ഇങ്ങനത്തെ കുറച്ച് പ്ലാനുകളാണ് നമ്മൾ ഇനി വരും വർഷങ്ങളിൽ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഗെറ്റിംഗ് ഇൻ ടു തമിഴ്നാട് ഓൾസോ. തമിഴ്നാട് ഇപ്പൊ നമ്മൾ സേലം, തൃച്ചി, പറയുന്ന കോയമ്പത്തൂർ വി ആർ ദ നമ്പർ 1 റൈറ്റ് നോ. അങ്ങനെ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോവുക. മാംഗ്ലൂർ, ദെൻ ഉടുപ്പിയിലേക്ക് എന്ത് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്ത് കർണാടക ടയർ 3 ആ സ്ഥലങ്ങളിലേക്കൊക്കെ കൂടുതൽ പോവുക. ഇതാണ് നമ്മുടെ ഒരു നെക്സ്റ്റ് 5 ഇയർ പ്ലാനിൽ മെയിൻലി ഉള്ളതെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ യൂണിവേഴ്സിറ്റീസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനുകളുണ്ട്, കുറച്ച് യൂണിവേഴ്സിറ്റികൾ. ഇത് പറഞ്ഞപ്പോൾ യൂണിവേഴ്സിറ്റി പോലെ ഫീൽ ചെയ്തു. അല്ല, മൊത്തത്തിൽ നമ്മൾ യൂണിവേഴ്സിറ്റി എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്കും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടെ കോളേജസ് അങ്ങനത്തെ കാര്യങ്ങളിലേക്കും കൂടെ എൻറ്റർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്ലാനിലുള്ളത്. ബാക്കി നമ്മളും നെക്സ്റ്റ് ബിഗ് തിങ് എന്നുള്ളത് നമ്മളും ആലോചിച്ചുകൊണ്ടും ഡെയിലി ചിന്തിക്കുന്ന കാര്യം തന്നെയാണ്. പിന്നെ വേറെ ഇൻട്രസ്റ്റിംഗ് സംഭവിച്ചത്, ഞാൻ മമ്മൂട്ടി നിങ്ങളുടെ ബ്രാൻഡ് അംബാസഡർ ആയിരുന്നു. അപ്പൊ അതേപോലെ പിന്നെ ഇപ്പൊ ലേറ്റർ ഓൺ അനന്തുള്ള നെയിമാണ് സൈലം എന്ന് പറയുമ്പോൾ, അപ്പൊ ആ ഒരു പേഴ്സണൽ ബ്രാൻഡിങ് ബിൽഡിംഗ് എങ്ങനെ എത്രമാത്രം സൈലത്തിന്? ഇനിഷ്യൽ സമയത്ത് മമ്മൂട്ടി സാർ എന്ന് പറഞ്ഞ ഒരു ഇത് നമ്മളെ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാര്യം ആ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഇനിഷ്യൽ ടൈമിൽ ഒരു ട്രാക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മളെ സംബന്ധിച്ചിടത്തോളം എബോവ് ദി ലൈൻ ഭയങ്കരമായി നമുക്ക് എന്താണ് കോസ്റ്റ് ആണെന്ന് മനസ്സിലാക്കിയപ്പോൾ വൺസ് വി ബിൽഡ് ദ ബ്രാൻഡ്, ഞങ്ങളിപ്പം ഞങ്ങളുടെ ഓൺ എന്താണ് നമുക്ക് കുറച്ചും കൂടെ കുട്ടികളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, നമുക്ക് കുട്ടികളെ അറിയാവുന്നുണ്ട്. സോ വി മെയ്ഡ് അവർ പേഴ്സണൽ ബ്രാൻഡ് ആസ് എ മെയിൻ ബ്രാൻഡ് അംബാസഡർ എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാം. ഇനിയിപ്പോൾ ബ്രാൻഡ് അംബാസഡർ വേണ്ട, സൈലം ആസ് എ ബ്രാൻഡ് ഇസ് ദെയർ. ഞാൻ പറഞ്ഞില്ലേ, അത് കുട്ടികളെ മനസ്സിൽ അത്രയും വലുതാണ്. ബാക്കിയുള്ളവർക്ക് അത്, ബാക്കി ടാർഗറ്റ് ഓഡിയൻസിന് അത് അറിയേണ്ട ആവശ്യം ഞങ്ങൾക്ക് ഇല്ല. സത്യത്തിൽ ഞങ്ങളുടെ സെഗ്മെന്റിലുള്ള ആളുകൾക്ക് ആ ബ്രാൻഡ് ഈസ് ദെയർ. അതിനെ ഇനി വേറൊരു ബ്രാൻഡ് അംബാസഡറിന്റെ ആവശ്യമില്ലാത്ത രീതിയിലേക്ക് ഞങ്ങളെ ബ്രാൻഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഒരു 1 year 2 year കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഓൺ ബ്രാൻഡ്. പക്ഷെ നമ്മൾ ഇനിഷ്യൽ ടൈമിൽ നമ്മൾ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, മുമ്പോട്ട് വന്നിട്ടുള്ളത് എന്നുള്ള ഒരു സംശയം നമുക്കില്ല. ബട്ട് റൈറ്റ് നൗ പിന്നെ നമ്മൾ ബാക്കിയുള്ള സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് ഇതുപോലെ തന്നെ ചെയ്യണം. വാട്ട് ഈസ് യുവർ തോട്ട്സ് പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നത്? പേഴ്സണൽ ബിൽഡിംഗ് ഈസ് ഗുഡ്. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് അതിനകത്ത് ആളുകളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ സംബടിയെ എപ്പോഴും നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഒരാളെ ട്രസ്റ്റ് ചെയ്യണം. ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ടാറ്റ എടുക്കുമ്പോൾ രത്തൻ ടാറ്റ ട്രസ്റ്റ് ഉണ്ട്, ലൈക്ക് ദർ ഇസ് എ ട്രസ്റ്റ് ഔട്ട് ദെയർ എന്നുള്ള ഒരു തോന്നുന്നുണ്ട്. ഒരിക്കലും ആളുടെ വാല്യൂസ് എന്ത് ചെയ്യും, ആളുടെ ബിസിനസ്സിലും കീപ്പ് ചെയ്യും എന്നുള്ള ഒരു കാര്യം നമുക്കുണ്ട്. എന്ന് പറയുന്ന പോലെ ഇറ്റ്സ് വെരി റിസ്കി, ബട്ട് ആ ട്രസ്റ്റ് നിങ്ങൾക്ക് പേഴ്സണലി ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റുമെങ്കിൽ അത് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നത്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ സ്പെൻഡ് കുറവായിരിക്കും, ബാക്കിയുള്ള വേറൊരു ബ്രാൻഡ് അംബാസഡർ സ്പെൻഡ് ഒന്നും ഇല്ലാവില്ല. പിന്നെ നല്ലൊരു പേഴ്സണൽ ബ്രാൻഡ് വിസിബിലിറ്റി ഉണ്ടെങ്കിൽ ട്രാക്ഷൻ ഭയങ്കര കൂടുതലായിരിക്കും. നിങ്ങൾ ഡിജിറ്റൽ ബാക്കിയുള്ള സ്പേസുകളിലൊക്കെ ആളുകൾ നിങ്ങൾ പറയുന്നത് കേൾക്കാനും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടാകും, ഒരു സ്പേസ് നിങ്ങൾക്ക് അവിടെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അപ്പോൾ പല സെലിബ്രിറ്റീസ് ഉണ്ട്. ആൻഡ് വൈ മമ്മൂക്ക? മമ്മൂക്ക എന്ന് പറയുമ്പോഴത്തേക്കും അന്ന് ഒരുപാട് ആഡുകളൊന്നും എന്ത് ചെയ്തിട്ടില്ല, ആള് ചെയ്യുന്നുണ്ടാവില്ല. വളരെ കുറവ് ആഡുകൾ മാത്രമാണ് എന്ത് ചെയ്ത് ആള് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്. അപ്പം ആള് കുറച്ചും കൂടെ ഒരു ട്രസ്റ്റ് ഫാക്ടർ അവിടെ എന്തുണ്ട്, അതെ, ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു ഗ്യാപ്പ് എടുത്തിരുന്നു കോവിഡ് സമയത്ത്. അത് കഴിഞ്ഞിട്ടാണ് സൈലത്തിന്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് മമ്മൂക്ക വേറൊന്നും ആഡുകളൊന്നും ഇല്ലാതെ ആള് പുറത്തിറങ്ങാതെ 200 ദിവസത്തിന് ശേഷം സൈലത്തിലാണ് എന്ത് ചെയ്യുന്നത് പിന്നെ വരുന്നത്. അപ്പൊ ആ സമയത്ത് അതൊക്കെ ഒരു വാവ് ഫാക്ടർ ആയിരുന്നു. അതെല്ലാം അവിടെ എന്ത് ചെയ്തു, വർക്ക് ചെയ്തു. പിന്നെ എഡ്യൂക്കേഷൻ, മമ്മൂക്ക ട്രസ്റ്റ് ഫാക്ടർ നന്നായിട്ട് എന്ത് ചെയ്യും, ആളുകളുടെ ഇടയിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടി ഡെഫിനറ്റ്ലി പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മമ്മൂക്ക എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്തത്. അത് നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട് സൈലത്തിനെ സംബന്ധിച്ചോളം. ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് ഇത്രയും കുട്ടികളിലേക്കും ഇത്രയും വലിയൊരു ബ്രാൻഡും മലബാറിലെ ആദ്യത്തെ പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട് വന്നൊരു കമ്പനികളിൽ ഒന്നായിട്ടും ഇത്രയും ഒരു നാഷണലി റീച്ച് ചെയ്യാൻ വേണ്ടി ഒക്കെ ആ ഒരു തുടക്കം വിത്ത് മമ്മൂക്ക ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഡെഫിനറ്റ്ലി. ഓസം. അപ്പൊ നമ്മുടെ ഈ KPH പോഡ്കാസ്റ്റിൽ വരുന്ന ഗസ്റ്റിനോട് ഞാൻ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്സ്. നമ്മളിതൊക്കെ ചെയ്യുന്നത് വെൽത്ത് ബിൽഡ് ചെയ്യാനാണല്ലോ. നമ്മുടെ ഹെൽത്തും റിലേഷൻഷിപ്സ് ചിലപ്പോൾ ക്യാൻ ടേക്ക് എ ബാക്ക് സീറ്റ്. സോ ഹൗ ഡു യു ബാലൻസ് ഓൾ ദീസ് ത്രീ തിങ്സ് ഇൻ യുവർ ലൈഫ്? ഹെൽത്ത്, ലൈക്ക് ഞാൻ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ്. ഇപ്പം കുറച്ച് നാളായിട്ടാണ് ഞാൻ ഭയങ്കര വെയിറ്റ് ഗെയിൻ ചെയ്ത ആളാണ്. 84, 85 ഒക്കെ എത്തി. ഇപ്പം 73, 72 എത്തിയിട്ടുണ്ട്. ലൈക്ക് ഷുഗർ കട്ട് ഫസ്റ്റ് ചെയ്തിരുന്നു. പിന്നെ ഡയറ്റ് ഭയങ്കരമായിട്ട് ഞാൻ ഒരു 8 hour ഫുഡ് മാത്രമല്ല, ബാക്കി ഞാൻ ടോട്ടലി ഒരു 6 മുമ്പായിട്ട് തന്നെ ഫുഡ് ലഞ്ച് മീൻസ് ഡിന്നർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി 16 hour ഫാസ്റ്റിംഗ് ആണ്. ഒരു ഫാസ്റ്റിംഗ് മെയിൻലി ഒരു 8 hour വിൻഡോയിൽ ഫുഡ് കഴിക്കാന്നുള്ളൊരു സാധനം ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് നന്നായിട്ടൊരു ചേഞ്ച് വന്നിട്ടുണ്ട്.
പിന്നെ ഇപ്പം കുറച്ചും കൂടെ വർക്കൗട്ട് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഡാനി എന്ന് പറഞ്ഞ ട്രെയിനർ ഉണ്ട്. അപ്പൊ ട്രെയിനറായിട്ട് അങ്ങനെ വർക്കൗട്ട് ഒക്കെ അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. വർക്ക് മീൻസ് ഹെൽത്തിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി ഇപ്പം റീസെന്റ്. കാര്യം കുറച്ചും കൂടെ ഫ്രീ ആയി വരുന്ന സമയത്താണ് അത് കുറച്ചും കൂടെ ചെയ്യും. ബിക്കോസ് ഹെൽത്ത് കോൺഷ്യസ് ആവണം എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ ഉണ്ടാവുള്ളൂ. പിന്നെ മൈൻഡും കുറച്ചും കൂടെ ഓക്കെ ആവും. കുറച്ചും കൂടെ നമുക്ക് ഞാൻ ഈ പറയുന്ന പോലെ എല്ലാവരും പോലെ തന്നെ എനിക്കും ADHD കൈൻഡ് ഓഫ് ഒരു പേഴ്സൺ തന്നെയാണ്. ഭയങ്കര ഹൈപ്പർ എനർജി അങ്ങനത്തെ വർക്ക് ഉള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടെ ഈ ഒരു ഹെൽത്ത് ഭയങ്കരമായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഒരു ടൈപ്പായിട്ട് ഇപ്പൊ മാറിയിട്ടുണ്ട് റീസെന്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹെൽത്ത് ഭയങ്കരമായിട്ട് ഷുഗർ കംപ്ലീറ്റ്ലി ദെൻ കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ്ലി കുറച്ചു മീൻസ് റൈസ് ഒക്കെ കട്ട് ചെയ്തു. അങ്ങനത്തെ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയപ്പോൾ കുറച്ച് വ്യത്യാസം തോന്നിയിട്ടുണ്ട് ഈ ഒരു റീസെന്റ് സമയത്തായിട്ട്. പിന്നെ വെള്ളം നന്നായിട്ട് ഇപ്പോഴാണ് കുറച്ചും കൂടെ വെള്ളമൊക്കെ ഫോക്കസ്. ഞാൻ നോക്കുമ്പോൾ ഇവിടുന്ന് ഇതൊക്കെ വെള്ളം കുറച്ചും കൂടെ കുടിക്കാൻ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലേക്കൊക്കെ മാറി. അപ്പൊ അതൊക്കെയാണ് ചേഞ്ചസ് ഹെൽത്തിൽ വന്നിട്ടുള്ളത്. ഹെൽത്ത് ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആയി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് റീസെന്റ് ആയിട്ട്. ദെൻ റിലേഷൻഷിപ്പിലേക്ക് മെയിൻറ്റെയിൻ ഗുഡ് റിലേഷൻഷിപ്പ് ജെനുവിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആളുകൾ മാത്രം. എനിക്ക് വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് ആളുകൾ, ഫ്രണ്ട്സ് ആയാലും എല്ലാത്തിനും വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് ആളുകളേ ഉള്ളൂ. ഐ പ്രിഫർ ലൈക്ക് ഓൾവേസ് ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി. ലൈക്ക് വളരെ ലിമിറ്റഡ്. അപ്പൊ അവരുമായിട്ട് ഭയങ്കര കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്, ഫ്രണ്ട്സ് ആയാലും ഒക്കെ. പിന്നെ കൂടെയുള്ള ആളുകളും കോ ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള ആളുകളും ഒക്കെ ആയിട്ട് അത്രയും കണക്റ്റഡ് ആണ്. എപ്പോഴും കോ ഫൗണ്ടേഴ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ ആളുകളോട് പറയും ലൈക്ക് ദറ്റ് ഈസ് ഗുഡ് ഓൾസോ. ലൈക്ക് നിങ്ങൾക്ക് ഒരു 1 or 2 hours നിങ്ങൾക്ക് ഒരു റൂമിൽ അയാളുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ ആളെ എന്ത് ചെയ്യുള്ളൂ. ഇപ്പൊ എന്റെ വൺ ഓഫ് ദി കോ ഫൗണ്ടർ വിനേഷ് എന്റെ കൂടെയാണ് താമസിക്കുന്നത്. ഞങ്ങൾ ഒരുമിച്ചാണ് ഒരു വീട്ടിലാണ് എന്ത് ചെയ്യുന്നത് താമസിക്കുന്നത്. ആള് ഹി വിൽ ഗോ ബാക്ക് ടു ഹിസ് ഹോം. ആളുടെ ഹോം കുറച്ച് ദൂരെയാണ്. പക്ഷെ ടിൽ വർക്കിംഗ് ഡേയ്സിലെല്ലാം ആൾ എൻ്റെ കൂടെ ഞങ്ങൾ 3-4-5 യങ്സ്റ്റേഴ്സ് ആണ് ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ എന്ത് ചെയ്യുന്നത് താമസിക്കുന്നത്. ഞങ്ങളുടെ കമ്പനി ഒക്കെ ഉള്ള സ്ഥലത്ത്. ബാക്കി എൻ്റെ ഫ്ലാറ്റ് വേറെ ഉണ്ടെങ്കിൽ പോലും ഇവിടെയാണ് ഞങ്ങൾ കൂടുതൽ എന്ത് ചെയ്യുന്നത്. അപ്പം അങ്ങനെ റിലേഷൻഷിപ്പിൽ കോ ഫൗണ്ടേഴ്സുമായിട്ടും ഒക്കെ പല കോ ഫൗണ്ടേഴ്സും ഒക്കെ എന്നെ വന്നിട്ട് കണ്ടിട്ട് നമുക്ക് പുതിയൊരു സാധനം തുടങ്ങാം. ബിക്കോസ് ഐ എം നോട്ട് കണക്റ്റഡ് വിത്ത് ദ ഫൗണ്ടർ, കോ ഫൗണ്ടർ ആയിട്ട്. അപ്പം എനിക്ക് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം എപ്പോഴും ആളുകൾ ചോദിക്കും എങ്ങനെ ഒരു നല്ല കോ ഫൗണ്ടറെ കണ്ടുപിടിക്കാന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും യു സ്പെൻഡ് അറ്റ്ലീസ്റ്റ് 4 hours വിത്ത് ഹിം ഇൻ എ റൂം. അത് പോസിബിൾ ആണോ? അത് വർക്കൗട്ട് ആവുമെങ്കിൽ മാത്രം എന്ത് ചെയ്യണം മുമ്പോട്ട് പോകും. കുറെ കഴിയുമ്പോൾ നിങ്ങൾക്ക് 3-4 ഡിസ്കഷൻ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഇയാളോട്ട് അത് സെറ്റ് ആവില്ല, എങ്കിൽ പോവാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പൊ അതാണ് റിലേഷൻഷിപ്പിൽ ഇപ്പം വിത്ത് കോ ഫൗണ്ടേഴ്സ്, വിത്ത് എല്ലാ ടീമുമായിട്ട് ഇപ്പം എല്ലാവരുമായിട്ട് ലിജീഷായാലും വിനേഷായാലും ഒക്കെ ആയിട്ട് ഞങ്ങൾ കണക്റ്റഡ് ആണ്. ഞങ്ങൾക്ക് ഒരുപാട് സമയം ഞങ്ങൾക്ക് ഇരുന്ന് സംസാരിച്ച് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അതാണ് റിലേഷൻഷിപ്പിൽ വളരെ ലിമിറ്റഡ് നമ്പേഴ്സ് ഓഫ് ആളുകളെ നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് പോവാന്നുള്ളതാണ് ഞാൻ ചെയ്യുന്ന ഏറ്റവും മെയിൻ കാര്യം എന്ന് പറയുന്നത്. സൈലം ഒരു നമ്മളൊരു ജോബ് സീക്കർ ആണ്. MBBS പോലത്തെ കരിയർ ഒക്കെ ഒരു ജോബ് സീക്കിംഗ് കരിയർ ആണല്ലോ. അപ്പോൾ അവിടെ നമ്മൾ ജോബ് ക്രിയേറ്റർ ആയിട്ടാണ് സൈലം വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഒരു നെക്സ്റ്റ് ഇവല്യൂഷൻ സ്റ്റെപ്പ് ഈ പറഞ്ഞ പുറത്തൊക്കെ ആണെങ്കിൽ പേപ്പാൽ മാഫിയ എന്നൊക്കെ പറയും. ഇപ്പോൾ എലൻ മസ്കും അല്ലെങ്കിൽ ബഞ്ച് ഓഫ് ആൾക്കാരൊക്കെ അതിർ വന്നതാണ്. അപ്പോൾ സൈലം മാഫിയ നമുക്ക് എന്ന് പ്രതീക്ഷിക്കാം. കുറെ ആളുകൾ ഇപ്പൊ നമ്മൾ ഇവിടെ നിന്നൊക്കെ തന്നെ ആഫ്റ്റർ എക്സ്പീരിയൻസ് ദേ ആർ സ്റ്റാർട്ടിങ് ലോട്ട് ഓഫ് സ്റ്റാർട്ടപ്സ് തുടങ്ങുന്നവരുണ്ട്. ഐഡിയ ആയിട്ട് വന്നിട്ട് പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. എക്സ്പെക്ട് ചെയ്യാം ഒരുപാട് ആളുകൾ പുതിയ വെഞ്ചേഴ്സ്. ഈവൻ മീ പേഴ്സണലി അറ്റ് ദി ഏജ് ഓഫ് 50 മൈ ഡ്രീം ഈസ് ടു ബി പാർട്ട് ഓഫ് അറ്റ്ലീസ്റ്റ് ഒരു 5 brands എങ്കിലും. അത് പക്ക D2C ബ്രാൻഡ്. മണി എന്ന് പറഞ്ഞ സാധനത്തിന് എന്നെ എക്സൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല സത്യത്തിൽ. ഞാനൊരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് റിയലൈസ് ചെയ്തതാണ്. ലൈക്ക് ഒരു ലിമിറ്റഡ് എമൗണ്ട് ഓഫ് മണിക്ക് അപ്പുറത്തേക്കൊന്നും നമ്മളെ ഒരിക്കലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഞാൻ അത്രയും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരാളെ അല്ല. കാര്യം എനിക്ക് ഇപ്പൊ ഞാൻ കാറ് വാങ്ങി, പക്ഷെ പിന്നീട് എനിക്കത് മടുത്തു. ഐ സെയിൽ. പിന്നെ ഇനിയിപ്പോ എനിക്കൊരു കാറ് വാങ്ങണം എന്നൊരു ആഗ്രഹമേ ഇല്ല. അങ്ങനെ എനിക്ക് വണ്ടികളോട് അങ്ങനെ ഒരു താല്പര്യം എനിക്ക് പേഴ്സണലി ഇല്ല, സത്യത്തിലില്ല. പിന്നെ റെന്റഡ് ഹൗസിലാണ് ഞാൻ. എനിക്കതാണ് ഇൻട്രസ്റ്റ്. ഒരു ഹ്യൂജ് എമൗണ്ട് അങ്ങനത്തെ ഒരു സാധനത്തിനോട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ ടു ബിൽഡ് എ ബ്രാൻഡ്, ടു കണക്ട് വിത്ത് പീപ്പിൾ, അങ്ങനെ കൂടെ ആളുകളുടെ കൂടെ നിൽക്കുക, ക്രിയേറ്റീവായിട്ട് ചെയ്യുക കാര്യങ്ങള്, കണ്ടന്റുകൾ ബിൽഡ് ചെയ്യുക. അപ്പം സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നത്. ഞാൻ എല്ലാ പടവും ഫസ്റ്റ് ഡേ കാണുന്ന ആളാണ്. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു എന്റെ ഇപ്പൊ ഈ പറയുന്ന യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള എന്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നില്ല, കൂടുതൽ കോ വർക്കിംഗ് ആയിട്ടുള്ള ആളുകൾ, അവർ ഒരുമിച്ച് ഞങ്ങൾ പോവുക. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്ന് പറയുന്ന സ്ഥലത്ത് ഇത്രയും തിരക്കുള്ള ഇടയിലാണെങ്കിൽ പോലും ഏത് പടവും ആദ്യത്തെ ദിവസം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോയിരുന്ന് എന്ത് ചെയ്യുക, കാണുക. മീൻസ് ഈവൻ ദ മോർണിംഗ് ഷോയിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഞങ്ങൾ ഫസ്റ്റ് ഡേ തന്നെ പോയിട്ട് കാണുക. അപ്പൊ അതൊക്കെയാണ് എന്നെ എന്ത് ചെയ്യുന്നത് എക്സൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. അത് ലൈഫിൽ എത്രത്തോളം നാളെ ചെയ്തുകൊണ്ടിരിക്കുകയോ അത് മുമ്പോട്ട് പോകാന്നുള്ളതാണ്. അപ്പം സക്സസിനെ കുറിച്ച് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും എന്റെ സക്സസിൽ ഒരു 90% ആളുകളെങ്കിലും കാണുന്നവർ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അപ്പോഴാണ് സക്സസിനെ ഞാൻ എന്ത് ചെയ്യുന്നത് ഡിഫൈൻ ചെയ്യുന്നതെന്ന് പറയുന്നത്. അതാണ് ഞാനിപ്പോൾ എന്ത് ചെയ്യുന്ന ലൈഫിൽ എന്റെ സക്സസ്. ഞാൻ സക്സസ്ഫുൾ ആയാൽ അത് ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആകുമെന്നുള്ള തോന്നലിൽ അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എന്ത് ചെയ്യുക, കൂടുതൽ ആളുകളെ എത്തിക്കുക എന്നുള്ളതാണ് എന്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത്. മറ്റുള്ളവർ സന്തോഷിക്കണം. അത് ചെയ്താലേ നമുക്കൊരു ഹാപ്പി ആയിട്ടും ഹാപ്പിനെസ്സിലെയും സന്തോഷത്തിലൊക്കെ മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളതാണ് എന്റെ വിശ്വാസം. അപ്പൊ സൈലം പോലത്തെ കമ്പനി കേരളത്തിലെ GDP കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഫാക്ടറായി വരാണ്. അപ്പോൾ കേരള ആസ് എ സ്റ്റേറ്റ്
ഓണ്ടർപ്രണേഴ്സിനെ സപ്പോർട്ട് ആവുന്നുണ്ടോ, ഓർ വാട്ട് നീഡ്സ് ടു ചേഞ്ച്? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഇപ്പൊ കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ ഒരുപാട് പേര് രജിസ്റ്റർ ചെയ്തിട്ട് ഇപ്പം കയറി വരുന്നുണ്ട്. ഞാൻ ഇപ്പോഴാണ് അതൊക്കെ അറിഞ്ഞു തുടങ്ങുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ ആ ഒരു സ്ട്രീമിൽ വന്ന ആളെ അല്ലായിരുന്നു. കാര്യം ഞാൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ അല്ല ഇത് തുടങ്ങിയിട്ടുള്ളത്. സൈലം എന്ന് പറഞ്ഞാൽ ബിസിനസ് എന്ന് പറയുന്ന രീതിയിലേ അല്ലേ വന്നിട്ടുള്ളത്. എനിക്ക് ടീച്ചിങ്ങിൽ ഭയങ്കര ഇഷ്ടമുണ്ട്. കുട്ടികളായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഞാൻ ഹാപ്പിയാണ്. ഞാൻ ഹാപ്പിയായ ഒരു കാര്യം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് മറ്റുള്ളവരും ആ വളർച്ച ആഗ്രഹിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, അവർ നമ്മുടെ കൂടെ നിൽക്കുന്നു. അപ്പൊ അതങ്ങനെ പോയാണ് ഇതൊരു ബിസിനസ് എന്നുള്ള രീതിയിലൊക്കെ ഇപ്പൊ ഡിഫിനിഷനിലൊക്കെ വന്നത്. റവന്യൂ, എബിട്ട, ഇതൊക്കെ ഇപ്പൊ വന്ന സാധനങ്ങളാണ്. പണ്ട് ഇതൊന്നും ഞാൻ നോക്കിയിട്ടല്ല ഇതൊന്നും തുടങ്ങിയത്. കിട്ടുന്നത് വെച്ചിട്ട് നടത്തിക്കൊണ്ടുപോകാന്നുള്ള മൈൻഡ് സെറ്റിലാണ് തുടങ്ങിയ പോലും. പക്ഷെ ഇപ്പം ഇറ്റ്സ് ഗ്രോയിങ് ലൈക്ക് ഒരു ബിസിനസ് ഒരു ആസ്പെക്ടിലേക്കൊക്കെ പോകുന്നു. പോകാൻ പോകുന്ന ഒരു ഫോം ആയിട്ട് മാറുന്നു. ലൈക്ക് PW, ലൈക്ക് ഞങ്ങൾ ഇതല്ല PW എന്ന കമ്പനി വി ടുഗദർ വിൽ ഗോ ഫോർ IPO എന്നുള്ള രീതിയിലേക്കാണ് എന്ത് ചെയ്യുന്നത്. I mean, that's a huge. I mean, in the second terms, it's getting a lot of wealth creators. ഇവിടെയുള്ള ഈ സോപ്സിലുള്ള ആൾക്കാർക്കാണെങ്കിലും has a lot of wealth creating and can even pay it forward back to the community. ഇപ്പൊ നാളെയുള്ള ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ they can become investor in that thing. അപ്പൊ അതിനൊക്കെ ഒരു ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു എൻവയോൺമെന്റ് അല്ലേ? അതെ, ഡെഫിനറ്റ്ലി അങ്ങനെ തന്നെയാണ്. അപ്പം കേരള സച്ച് നമുക്ക് മൊത്തം ഫുൾ സപ്പോർട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്. നമ്മളെ കേരളമാണല്ലോ നമ്മൾ ഇത്രയും വളർത്തിയത്. കാര്യം ഞാൻ എപ്പോഴും പറയും, മലയാളീസ് ഒരു ബ്രാൻഡിനെ ട്രസ്റ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അത്രയും അങ്ങനെ നമുക്ക് അവരുടെ കൂടെ നിന്നാൽ മാത്രമേ അവർ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ട്രസ്റ്റ് ചെയ്യുള്ളൂ. അങ്ങനെ ട്രസ്റ്റ് ചെയ്ത് നമ്മളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവർ എത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, സൈലുമായിട്ട് കണക്റ്റഡ് ആണ്, ഇമോഷണലി കണക്റ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് ലൈക്ക് കേരളം നമ്മളെ ഏറ്റെടുത്ത് തന്നെയാണ് മുമ്പോട്ട് എന്ത് ചെയ്യുന്നത്, കൊണ്ടുപോകുന്നത്. ഏത് രീതിയിലായാലും ആരുടെ കാര്യങ്ങളായാലും നമ്മൾ അത്രയും സപ്പോർട്ട് ചെയ്യും. നമുക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇവിടുന്ന് എന്ത് ചെയ്തിട്ടില്ല. കേരളം ആയതുകൊണ്ട് ഉണ്ടായിട്ടില്ല. കേരളം ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ വളർന്നതെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇപ്പൊ അനന്തിന്റെ ലൈഫിൽ MBBS ബുക്ക് മാത്രമല്ലല്ലോ വായിച്ചിട്ടുണ്ടാവും. ഒബ്വിയസ്ലി what are some books you read which changed your perception of everything, like some books you recommend? ബുക്സ് ഞാൻ പറയുമ്പോഴത്തേക്ക് ഞാൻ ആക്ച്വലി അതിലാണ് കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള സമയം. കാര്യം എഡ്യൂക്കേഷൻ ഒരു ഭാഗമായിരുന്നു എൻ്റെ അതുകൊണ്ട് തന്നെ. പക്ഷെ ബുക്സ് ഞാൻ പറയുമ്പോഴത്തേക്കും ഞാൻ ഒരുപാട് ബുക്സ് വായിക്കുന്ന ആളൊന്നുമല്ല. എനിക്ക് അറ്റൻഷൻ ഭയങ്കര കുറവാണ്. കാര്യം ഞാൻ കുറച്ചും കൂടെ ടെക് ആയതുകൊണ്ട് തന്നെ ഈ റീൽസ്, ഇൻസ്റ്റ അതിലെല്ലാം ഉള്ള ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അറ്റൻഷൻ കുറവാണ്. ബുക്സ് കൂടുതൽ ഇത് വായിക്കാറില്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ബുക്കുകളിലൊന്ന് റീവർക്ക് നന്നായിട്ട് വർക്ക് ആയിട്ടുള്ള ഒരു ബുക്ക്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഇപ്പൊ ഞാൻ ആളുകളുടെ റീവർക്ക് ഒക്കെ ഞാൻ പ്രിഫർ ചെയ്യുന്നതാണ്. കൂടാണ്ട് സീബ്രാലയാണെന്ന് പറഞ്ഞ ഒരു കമ്പനി, ഇപ്പം അവർ കുറെ ഇല്ലുസ്ട്രേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ആക്ച്വൽ ബിസിനസ് പഠിക്കണമെങ്കിൽ അവരുടെ കുറെ കണ്ടന്റുകൾ ഉണ്ട്. ഹയറിംഗ് മാസ്റ്റർ മൈൻഡ് എന്നൊക്കെ പറഞ്ഞ് HR തൊട്ടുള്ള സ്റ്റാർട്ടപ്പ് അതിന്റെ ജേർണി തൊട്ടെല്ലാം വളരെ ഇല്ലുസ്ട്രേറ്റീവ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതെനിക്ക് കുറച്ചും കൂടെ സജസ്റ്റ് ചെയ്യണമെന്ന് ഒരാഗ്രഹമുണ്ട്. ലൈക്ക് അത് നല്ലതാണ്. എന്തെങ്കിലും നിങ്ങൾ ചുമ്മാ ഒന്ന് നോക്കുക, എന്നിട്ട് ഏതെങ്കിലും ഒന്ന് വായിച്ചു നോക്കൂ. അപ്പം അതിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ യു ബൈ നെക്സ്റ്റ് വൺ എന്നുള്ള രീതിയിലൊക്കെ എന്താണ് ഞാൻ സജസ്റ്റ് ചെയ്യാറുള്ളതാണ്. കാര്യം എന്റെ കയ്യിൽ നിന്ന് ഒരുപാട് പേര് ആ ബുക്ക് വാങ്ങി പോയിട്ടുണ്ട്. പിന്നെ എന്റെ കയ്യിൽ വന്നപ്പോൾ അതിന്റെ ഒരു 12-13 ടൈപ്പ് ഓഫ് പല കണ്ടന്റിലുള്ള ബുക്സ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിന്റെ ഒരു പ്രൊമോഷൻ ഒന്നും അല്ല, എനിക്ക് അതായിട്ട് ബന്ധമില്ല. അപ്പൊ അത് വർക്കാവുന്നതാണ്. ഫ്രം ബിസിനസ് ആസ്പെക്ടിൽ ഞാൻ വായിക്കാറുള്ളതാണ്. ബാക്കി ബുക്സ് ഒക്കെ വളരെ കുറവാണ്. ഞാൻ കൂടുതലും വീഡിയോ കൺസ്യൂം ചെയ്യാൻ ഇഷ്ടപ്പെടും. ഏതൊക്കെ വീഡിയോസ് അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽസ് ആണ്, പോഡ്കാസ്റ്റ് ആണ് കാണാറുള്ളത്? ആ പോഡ്കാസ്റ്റിന്റെ സെൻസ് പറഞ്ഞു കഴിഞ്ഞാൽ TRS നമ്മൾ രൺവീറിന്റെ കാണാറ് ഞാൻ നോക്കാറുണ്ട്. പിന്നെ ഹിന്ദി ഓൾമോസ്റ്റ് അവരുടെ ഒരു ബെൽറ്റിലുള്ള പല പോഡ്കാസ്റ്റുകളും ഞാൻ മെയിൻലി ആ ഒരു സൈഡിൽ നിന്ന്. പിന്നെ നിഖിൽ കമ്മത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, WTF പോഡ്കാസ്റ്റ്. ദെൻ കേരളത്തിൽ കൂടുതൽ KPH ഞാനിപ്പം ഈ റീസെന്റ് ഇയർ സമയത്തായിട്ട് ഞാൻ കുറെ കണ്ടന്റുകൾ കണ്ടിരുന്നു. ഇവിടുത്തെ മലയാളി ഓണ്ടർപ്രണേഴ്സ് ഞാൻ അവിടെ നിന്നാണ് കൂടുതലും ഐഡന്റിഫൈ ചെയ്ത് തുടങ്ങി. പിന്നെ കൂടുതലും ഞാൻ ഇപ്പം ക്യൂവിന്റെ ഒക്കെ സിനിമ ലൈക്ക് കണ്ടന്റുകൾ ഞാൻ മനീഷൻ എന്റെ ക്ലോസ് ഫ്രണ്ടും കൂടെ, ക്ലോസ് ഫ്രണ്ട്, വി കണക്റ്റഡ് വെരി ക്ലോസ്ലി. അപ്പൊ അതുകൊണ്ട് അത് ക്യൂ വളരെ കാണാറുള്ള ഒരു കണ്ടന്റ് കൂടെയാണ്. പിന്നെ പേളിമാണി ഷോ, പേളി ചേച്ചിയായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതുകൊണ്ട് അങ്ങനെ അത് കുറെ കൺസ്യൂം ചെയ്യാറുണ്ട്. അതൊക്കെയാണ്. അപ്പൊ വീഡിയോസ് ഒരുപാട് കൺസ്യൂം ചെയ്യൽ തന്നെയാണ് ഞാൻ. അത് ലോങ് വീഡിയോ കാണാറില്ല. ഇപ്പം റീൽസ് കുറച്ച് ലോങ് വീഡിയോസിലേക്ക് ഞാൻ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ. കാര്യം അറ്റൻഷൻ കുറച്ചും കൂടെ അത് കിട്ടും. കാര്യം ഇഫ് യു ഹാവ് അറ്റൻഷൻ ഓവർ ലോങ് വീഡിയോ ദെൻ ഓൺലി യു ഹാവ് അറ്റൻഷൻ ഓഫ് ബുക്സ്. ബിക്കോസ് ബുക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് യു ഷുഡ് റീഡ്, യു ഷുഡ് ഇമാജിൻ എവരിത്തിങ്. ഇറ്റ്സ് നീഡ് വെരി അറ്റൻഷൻ. അപ്പം ഇപ്പൊ അത് എല്ലാവർക്കും കുറവാണ് ബുക്ക് റീഡ്. അപ്പൊ ബുക്ക് നമ്മൾ റെഫർ ചെയ്യുന്ന വളരെ ലിമിറ്റഡ് ആളുകൾ മാത്രമാണ് നോക്കുന്നത്. അപ്പൊ അതിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഈ റീവർക്ക് പോലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. എനിക്കതിൽ എന്റെ അറ്റൻഷൻ സ്പാൻ കൂടിയിട്ടുണ്ട് ഈ പോഡ്കാസ്റ്റ് ചെയ്ത് തുടങ്ങി. ഇവൻ ഒരു 1 hour മോർ ദാൻ ദാറ്റ് ഒക്കെ ചിലപ്പോൾ പോഡ്കാസ്റ്റ് പോകും. അപ്പോൾ യു ഹാവ് ടു ബി വെരി അറ്റൻറ്റീവ് ടു ദ ക്വസ്റ്റ്യൻ. they are saying, right? അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ചിലപ്പോൾ നമ്മളൊന്നും പ്രിപ്പയർ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ ഈ ആസ് യു ലിസൺ ടു ദ കോൺവെർസേഷൻ then questions become automatically. പിന്നെ പോഡ്കാസ്റ്റ്, ഐ തിങ്ക് യു ആർ സ്റ്റാർട്ടിംഗ് എ പോഡ്കാസ്റ്റ്, റൈറ്റ്? ഞാനൊരു പോഡ്കാസ്റ്റ് തുടങ്ങാനുള്ള ഒരു പ്ലാനിലാണ്. ആക്ച്വലി ഞാൻ കുറച്ചും കൂടെ
പോഡ്കാസ്റ്റ് ഇൻ ദ സെൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദ സെൻസ് ഒരു പീപ്പിൾ ഇന്ററാക്ഷൻസ് കുറച്ചും കൂടെ കൊണ്ടുവരിക, പല ആളുകളെ കൊണ്ടുവന്നിട്ട് അവരുമായിട്ട് വാട്ട് ഐ ലേൺ വാട്ട് ദേ ലേൺ തമ്മിൽ ഇന്ററാക്ട് ചെയ്തിട്ടുള്ള ഒരു രീതിയിൽ, നോട്ട് ബിസിനസ് അങ്ങനത്തെ ഒരു ആസ്പെക്റ്റിലേ അല്ല, വേറൊരു യങ്സ്റ്റേഴ്സിനെ ഇൻസ്പയർ ചെയ്യിക്കാൻ പറ്റുന്ന അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് വിത്തിട്ടുള്ള ഒരു കുറച്ച് ഒരു കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. കുറെ നാളായി, ഒരു 2025 ബിഗിനിങ്ങിൽ ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയിട്ട് ആനന്ദ് പോഡ്കാസ്റ്റ് വരുന്നതാണ്. 2025 ബിഗിനിങ്ങിൽ തൊട്ട് നമ്മളത് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാനിങ്ങളാണ് ഇപ്പോൾ. ഇപ്പൊ നെക്സ്റ്റ് സെഗ്മെന്റ് ഉള്ളത് റാപ്പിഡ് ഫയർ സെഗ്മെന്റ് ആണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ബിഗ്ഗസ്റ്റ് ബിസിനസ് ലെസൺ യു ലേൺ ദ ഹാർഡ് വേ? ബിഗസ്റ്റ് ബിസിനസ് ലെസൺ മെയിൻലി ലൈക്ക് നമ്മൾ ട്രസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ, അതായത് സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് ഇമോഷണൽ ആയിട്ട് ആളുകളുമായിട്ട് കണക്ട് ആയാൽ മാത്രമേ ആ ബ്രാൻഡ് എന്ത് ചെയ്യുള്ളൂ, ആളുകളുടെ മനസ്സിൽ നിൽക്കുള്ളൂ. അതർവൈസ് അവർ നമ്മളത് കേട്ട് പോകുക മാത്രമേ ഉള്ളൂ. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ യുവർ ജേർണി അവർക്ക് എന്തായിരിക്കണം കൃത്യമായി അറിഞ്ഞിരിക്കണം. യുവർ ഹാർഡ്ഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ജേർണി എന്ന് പറയുന്നത് അവർക്കും കൂടെ എന്തായിരിക്കണം, വിസിബിൾ ആയിരിക്കണം നിങ്ങളുടെ യൂസേഴ്സിന്. അതായത് യൂസർ എന്താണല്ലോ ഇത് നിങ്ങളുമായിട്ട് എന്ത് ചെയ്യേണ്ട, അലൈൻഡാവണം. അപ്പൊ ആ ഒരു ട്രസ്റ്റ് ബിൽഡിംഗ് അവരിൽ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ. ടൈം എടുക്കും, പക്ഷേ ആ ടൈം നമ്മുടെ ഹാർഡ്ഷിപ്പ്, ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ വർക്കിംഗ് ഹാർഡ് ഫോർ എ തിങ്, ദെൻ അവർ എന്ത് ചെയ്യും, നമ്മളെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ ആ ഹാർഡ്ഷിപ്പ് അവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്താൽ കൃത്യമായ സ്റ്റോറി അവരിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സ്റ്റോറി ആൻഡ് ഇമോഷൻ ആണ് ആളുകൾക്ക് കാണേണ്ടതും കേൾക്കേണ്ടതും. അതിനോട് മാത്രമേ ആളുകൾ അലൈൻഡാവുള്ളൂ, അതിനോട് മാത്രമേ ആളുകൾ എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ ഒപ്പം നിൽക്കുകയുള്ളൂ. നമ്മൾ ചെയ്യുന്ന എഫേർട്ട് എന്താണെന്ന് അവർ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബ്രിങ് ട്രസ്റ്റ്. ആൻഡ് ആ ട്രസ്റ്റിലായിരിക്കും എന്ത് ചെയ്യുക, ബ്രാൻഡ് ബിൽഡ് ആകുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്നത്. അതാണ് ഒരു ബിസിനസ് ലെസൺ ഞാൻ മനസ്സിലാക്കിയത്. ഇൻ ഷോർട്ട് എന്റെ ലൈഫിൽ ഞാൻ പഠിച്ചൊരു പാഠം എന്ന് പറയുന്നത്. ഓക്കെ, കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് യു ഹാഡ് ടു സ്റ്റാർട്ട് ഓവർ, വാട്ട് ഇൻഡസ്ട്രി വുഡ് യു ഡൈവ് ഇൻ ടു? മോർ ഓവർ എട്ടെക് ആയ ഫസ്റ്റ് പ്രയോറിറ്റി ഓൾവേസ് അറിയുമല്ലോ, കാര്യം അതിന്റെ ഒരു പാഷൻ ആയിരുന്നു, അങ്ങനെ തുടങ്ങിയാണ്. അതർവൈസ് ലൈക്ക് എനിക്ക് എപ്പോഴും B2B എനിക്ക് താല്പര്യം ഇല്ല. എനിക്ക് B2C മാത്രമാണ്, ടുവേർഡ്സ് എ യൂസർ. അവിടെ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എന്റെ ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ളതെന്ന് പറയുന്നത്. അതിൽ പ്രൊഡക്ട്സ് ഇനി ട്രൈ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള സ്ഥലമാണ്. ലൈക്ക് സം ഓഫ് ദി കോ ഫൗണ്ടേഴ്സ് ഇഫ് കം ഐ ജസ്റ്റ് അലൈൻ വിത്ത് ദം, അങ്ങനെയാണെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്തിട്ട് അവരെ കൊണ്ടൊരു പ്രൊഡക്ട്സ് ബിൽഡ് ചെയ്യാൻ എനിക്ക് ഭയങ്കര. അപ്പം പ്രൊഡക്റ്റുകൾ ലൈക്ക് കറക്റ്റ്ലി ഇപ്പം കറക്റ്റ് പ്രൊഡക്റ്റ് ഇൻ ദ സെൻസ് പറഞ്ഞു കഴിഞ്ഞാൽ FMCG ആവാം, അങ്ങനെ പല പ്രൊഡക്റ്റുകളും. ആ ബ്രാൻഡ്സ് പ്രൊഡക്റ്റിന് എൻട്രി ബാരിയർ വളരെ ലെസ് ആണ് കമ്പയറിംഗ് ടു സർവീസ് ഓറിയന്റഡ്. ഇപ്പൊ ഞാൻ സൈലം എട്ടെക് എന്ന് പറയുമ്പോൾ ഒരു സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഫോമാണ്. അപ്പം സർവീസിന് എൻട്രി ബാരിയർ ലാംഗ്വേജ് ടു ലാംഗ്വേജ് ഭയങ്കര കൂടുതലാണ്. പക്ഷെ പ്രൊഡക്റ്റുകൾക്ക് ഇല്ലല്ലോ, ദേ ക്യാൻ എൻ്റർ വെരി ഈസിലി ഇൻ ടു അതർ സെഗ്മെന്റ്. അപ്പൊ സ്കെയിലബിലിറ്റി ഭയങ്കര എളുപ്പമായിരിക്കും, കുറച്ചും കൂടെ സ്കെയിലിംഗ് എളുപ്പമായിരിക്കും. അപ്പൊ അങ്ങനെ സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകൾ ട്രൈ ഔട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ള എനിക്ക് ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ട്. അതായിരിക്കും അടുത്ത ഞാൻ ഇനി എന്തായാലും സൈലം ഉള്ളതുകൊണ്ട് തന്നെ വേറൊരു സാധനത്തിലേക്ക് എനിക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല, കാര്യം സൈലം ഈസ് മൈ ഫസ്റ്റ് ബേബി ആൻഡ് എവരിത്തിങ്. അതുകൊണ്ട് കൂടെയാണ് ഞാൻ അതിന്റെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ വേറെ ആൾ വന്നു കഴിഞ്ഞാൽ ഐ വിൽ ബി ഓൾസോ പാർട്ട് ഓഫ് ദാറ്റ് എന്നുള്ളതാണ്. അനന്ത് ലൈഫിൽ എടുത്തിട്ടുള്ള ഏറ്റവും ബിഗ്ഗസ്റ്റ് റിസ്ക് എന്തായിരിക്കും? MBBS അത്ര റാങ്കിൽ ഞാൻ എന്ത് ചെയ്തു, ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്തു. അവിടുന്ന് MBBS ഫൈനൽ ഇയർ 92 റാങ്ക് എന്തോ അല്ലേ? 91 റാങ്ക് ആയിരുന്നു വന്നു. അങ്ങനെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്യുന്നു. അങ്ങനെ ഫൈനൽ ഇയറിലാണ് ഞാൻ ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഹൗസ് ഏജൻസി ചെയ്യാതെയാണ് സൈലം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പം അതിന്റെ ഫൈനൽ ഇയറിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫൈനൽ ഇയർ ഓഫ് കോളേജ് അത്രയും റിസ്കി ആയിട്ടുള്ള ഒരു ഫൈനൽ ഇയർ ടൈമിൽ പഠിക്കുന്നതിനിടയിൽ ഇത് സ്റ്റാർട്ട് ചെയ്ത് ഇതും റൺ ചെയ്ത് അന്നോട്ടെ മൾട്ടി ടാസ്കിങ് ഉണ്ട് എനിക്ക്. അപ്പം എന്നാലും അത് ഭയങ്കര റിസ്ക് ആയിരുന്നു. ആ റിസ്കിനാണല്ലോ ഞാൻ പിന്നെ ഫൈനൽ ഇയർ കഴിഞ്ഞ് ഹൗസ് ഏജൻസി ചെയ്തില്ല, നേരെ കാലിക്കട്ട് വന്നു. പിന്നെ സൈലത്തിന്റെ പുറകെ പോയി. പിന്നീട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഹൗസ് ഏജൻസി ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ടാർഡലി സൈലം അല്ലെങ്കിൽ PG ഇത് പോയാൽ തിരിച്ചു പോവാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാര്യം വളരെ ഒരു ഗ്യാപ്പ് വരും. അതൊരു വലിയ റിസ്ക് ആയിരുന്നു. ആ ഒരു റാഷണൽ എങ്ങനെയാണ് ജസ്റ്റിഫൈ ചെയ്ത് MBBS ഓർ സൈലം? ആക്ച്വലി ലൈക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ എനിക്ക് ഹാപ്പിനെസ് തരുന്ന ഇതാണ്. ലൈക്ക് അതാണ് ഞാൻ ലൈഫിൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. അടുത്തൊരു ഹാപ്പിനെസ് തന്നെയാണ് എന്റെയും കാണുന്ന ആളുകളുടെ ഹാപ്പിനെസ് ആണ് അതിലുള്ളത്. കാര്യം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് നേടിയാലും അത് ഹാവ് ടു ഗോ ബാക്ക് ടു ദ സൊസൈറ്റി എന്നുള്ള ഞാൻ ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പം ഒരു ഇയർലി ഞാനൊരു എമൗണ്ട് ഓഫ് മണി ഞാൻ എന്ത് ചെയ്യും, ഇൻ സം ക്രോസ് ഞാൻ വിൽ ഗീവ് ബാക്ക് ടു ദ സൊസൈറ്റി എന്നുള്ളതാണ്. ചുമ്മാ കുറച്ച് പൈസ കൊടുക്കുക എന്നുള്ളതല്ല, അത് കഴിഞ്ഞാൽ അവിടെ ലൈഫിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റണം. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, എടുത്തിട്ട് അത് എന്ത് ചെയ്യാണ് സോൾവ് ചെയ്തിട്ട് അത് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യുന്നത് മുമ്പോട്ട് കൊണ്ടുവന്ന രീതിയിൽ ഒരു പേഴ്സണൽ പ്രൊജക്ട് ആണ് ഈ ഹാപ്പിനെസ് പ്രൊജക്ട്. ഇറ്റ്സ് എ പേഴ്സണൽ പ്രൊജക്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ പുതിയ ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ പറഞ്ഞില്ല 5 years ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഡേ ടു ഡേ സെയിം ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ എന്തെങ്കിലും കുറച്ചും കൂടെ കൂടുതൽ ചെയ്യാൻ പറ്റിയാൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ അതിൽ കുറച്ചും കൂടെ കൂടുതൽ ചെയ്യുന്നത്, കുറച്ചും കൂടെ എന്നെ ഹാപ്പി ആക്കുന്ന, കുറച്ചും കൂടെ ഡോപ്പമിൻ റിലീസ് കിട്ടുന്ന ഒരു കാര്യമാണ് ഈ ഹാപ്പിനെസ് പ്രൊജക്ട് എന്ന് പറയുന്നത്. വളരെ ഹാപ്പി
ആയിട്ട് അത് മുമ്പോട്ട് പോകുന്നു. കൂടുതൽ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ 20+ ഹൗസസ് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ അത് മുമ്പോട്ട് പൊക്കോണ്ടിരിക്കുന്നു. കുറെ നമ്മൾ റിലീസ് ചെയ്ത് ആളുകൾ എത്തിയിട്ടുണ്ട്. കുറെ ഇനിയും വരാനുണ്ട് കാര്യങ്ങളൊക്കെ. പിന്നെ കുറച്ച് സർജറി ഒക്കെ ആയിട്ട് എനിക്ക് കുറച്ചൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നാളെ ഞാനിപ്പോൾ ഒരു ബ്രേക്ക് ആയിരുന്നു, ഒരു 1 month 1.5 month. വീണ്ടും ഐ എം കമ്മിങ് ബാക്ക് ടു ദാറ്റ് ഓൾസോ. അതെന്നെ കുറച്ചും കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ചെയ്യാൻ. അതങ്ങനെ ചെയ്തു പോകുന്നു. അപ്പൊ ഈ സൈലം പോലത്തെ കോൺസെപ്റ്റ് കേരളത്തിലോ ഇന്ത്യയിലോ ആദ്യമായിട്ടുള്ള അല്ലല്ലോ. പക്ഷെ സൈലം പോലെയുള്ള സക്സസ്ഫുൾ ആവാൻ കാരണം അതൊരു ഫാക്ടർ ആണല്ലോ. അപ്പൊ വൈ ഓൺടർപ്രണർഷിപ്പ് ഇൻ യുവർ പോയിന്റ്? അല്ല, ഇപ്പൊ എല്ലാവരും പറയും, അതിനെനിക്ക് ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഇതുപോലെ ഒരുപാട് ഉണ്ടല്ലോ എന്നുള്ളത്. പക്ഷെ അതിൽ വ്യത്യസ്തമായി എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഏറ്റവും മെയിൻ കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ, ഒരു കോമ്പറ്റീഷൻ ഒരു സ്ഥലത്ത് ഉണ്ടെങ്കിൽ അവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണ്ട, അവിടെ ഇറങ്ങാതിരിക്കുന്നതിലൊരു കാര്യമില്ല. കോമ്പറ്റീഷൻ ഉണ്ടോ, ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യപ്പെടുക, ഏറ്റവും റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എന്ത് ചെയ്യുക, അതിനെ പിന്നീട് സ്കെയിൽ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ചെയ്യുന്നത്. സൈലം എന്ന സമയത്ത് ഇപ്പം സൈലം എന്ന് പറയുന്ന, ഞാനിവിടെ ഇറങ്ങിയപ്പോഴത്തേക്കും റീജിയണൽ ആയിട്ടുള്ള ഒരു എട്ടെക് സ്പേസ് ഇവിടെ ആരും യൂസ് ചെയ്യുന്നില്ല. ഓൺലൈനിൽ അത്രത്തോളം ആരും എന്ത് ചെയ്യുന്നില്ല, ഉപയോഗിക്കുന്നില്ല. അപ്പം ഒരുപാട് കോമ്പറ്റീറ്റർ, ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ അത് കൃത്യമായി യൂസ് ചെയ്ത് സൈലം എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ള ചെയ്യുന്നത്. ആ സമയത്ത് ഒരുപാട് കോമ്പറ്റീഷൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് ഏറ്റവും നമ്മുടെ എൻ യൂസേഴ്സിനോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മുമ്പോട്ട് പോകും. പിന്നെ ഓൺടർപ്രണർഷിപ്പ് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അതൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇത്രയും സ്കെയിൽ ചെയ്തിട്ട് ഇത് ചെയ്യാൻ പറ്റിയത് എന്റെ ഒരു ഡിസിഷനിൽ നിന്ന് വന്നൊരു കാര്യമാണ്. സ്കെയിലബിലിറ്റി എന്നൊരു ഫാക്ടർ ഉണ്ട്, ഇത്രയും ആളുകളിലേക്ക് എത്തുക എന്നുള്ളത്. പിന്നെ ഒരു ജോബ് ക്രിയേറ്റർ എന്നുള്ളൊരു സാധനം അതിൽ വളരെ, ഇപ്പൊ 2700 സ്റ്റാഫ് സൈലത്തിലുണ്ട്. അപ്പൊ അത്രയും ഒരു ജോബ് ക്രിയേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്. അത്ര ആൾക്കാർക്ക് സാലറി കൊടുക്കുന്നുണ്ട്, എല്ലാ മാസം അവസാനം അല്ലെങ്കിൽ മാസം ആദ്യം അത്ര എമൗണ്ട് ഓഫ് ആൾക്കാർക്ക് ഡേ പോലും മാറാതെ നമ്മൾ കൊടുക്കാന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റിയും കൂടെയാണ്. പിന്നെ എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി, പല ആളുകൾക്കും എന്താണ്, എന്നേക്കാൾ ഫാൻ ഫോളോയിങ് ഉള്ള ആളുകൾ എന്റെ ടീച്ചേഴ്സ് ആയിട്ടുണ്ട്, ആളുകളുണ്ട്. അപ്പം അവരെല്ലാവരും ആക്ച്വലി വന്നത് സൈലം എന്ന പ്ലാറ്റ്ഫോം വന്നപ്പോഴാണ് അവരൊക്കെ പുറത്തേക്ക് വന്നത്. ആ ഒരു ഓപ്പർച്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റിയെന്നുള്ളതാണ് ഈ ഓൺടർപ്രണർഷിപ്പിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു പാഠം എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഈ ടെക്നോളജി രീതിയിലാണ് ഇപ്പൊ കുറച്ച് ലാസ്റ്റ് ഇയേഴ്സിൽ വലിയ ബിഗർ നെയിംസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു രീതിയിലേക്കാണ് പോയിക്കൊണ്ട്. ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ ആക്ച്വലി ഞാൻ ഒരിക്കലും നോർമൽ എഡ്യൂക്കേഷൻ റീപ്ലേസ് ചെയ്യുമെന്ന് ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഓക്കെ, കോവിഡ് ടൈമിൽ അത് റീപ്ലേസ് ചെയ്തിരുന്നു. ബട്ട് പോസ്റ്റ് കോവിഡ് ഇറ്റ്സ് ബാക്ക് ടു നോർമൽ എഡ്യൂക്കേഷൻ. ബിക്കോസ് ഓഫ്ലൈൻ എഡ്യൂക്കേഷൻ വേണം, സ്കൂൾസും ബാക്കിയുള്ള സിസ്റ്റം വേണം. കാര്യം അവർക്ക് പല ആളുകളും അതൊന്നും വേണ്ടാന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ അതിനെതിരാണ്. സ്കൂൾ വേണം, കാര്യം ആളുകൾക്ക് ഇന്ററാക്ട് ചെയ്യാനും കുട്ടികൾ അവിടെ നിന്നാണ്. കുട്ടികൾ ഈ പറയുന്ന റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ്, ഇതെല്ലാം ആക്ച്വലി വരുന്നത് സ്കൂളിൽ നിന്നാണ്. റിലേഷൻഷിപ്പ് ഇൻ ദ സെൻസ് പറഞ്ഞാൽ ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻഷിപ്പിൽ നിന്നാണ് കുറെ കാര്യങ്ങൾ അവർ പഠിക്കുന്നുണ്ട്. കുട്ടികളുടെ ഇടയിൽ നിന്ന് ഉള്ള ബന്ധങ്ങൾ, കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർ കുറെ കാര്യങ്ങൾ ഇന്ററാക്ട് ചെയ്യാനും സോഷ്യലൈസ് ചെയ്യാനും ഒക്കെ പഠിക്കുന്നത് ഓഫ്ലൈൻ സെന്ററുകളിൽ നിന്ന്, ഓഫ്ലൈൻ ഒരു സ്കൂളിൽ നിന്നാണ്. അപ്പൊ അതെന്തായാലും വേണം. പിന്നെ ഓൺലൈൻ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ആൻ ആഡ് ഓൺ. അതായത് നോർമൽ പണ്ടൊരു കുട്ടി ഗൈഡ് ബുക്ക് സപ്പോർട്ടീവായിട്ട് മേടിക്കുന്നതിന് പകരം ഇപ്പോൾ അവൻ ഓൺലൈൻ ആയിരിക്കും കൂടുതൽ എന്ത് ചെയ്യുന്നത്, സപ്പോർട്ടീവായിട്ട് ഉപയോഗിക്കുക. ബിക്കോസ് ഇപ്പം AI വന്നപ്പോഴത്തേക്കും ആക്ച്വലി എല്ലാം ഇപ്പം എഡ്യൂക്കേഷൻ അതെങ്ങനെ എന്ന് വെച്ചാൽ ഡൗട്ട് സോൾവിംഗ് എഞ്ചിൻസ് എല്ലാം AI ഡ്രിവനാണ്. ഇപ്പൊ ഞങ്ങൾക്ക് ഒരു AI ഗുരു ഉണ്ട്. അപ്പം AI ഗുരു ഉള്ള സമയത്ത് അതുവഴി എന്ത് ചെയ്യാം, അവർക്ക് പണ്ട് ഡൗട്ട് സോൾവ് ചെയ്യാൻ 24 hours പിറ്റേ ദിവസം ടീച്ചറെ കാണേണ്ട സമയം ഉണ്ടെങ്കിൽ ഇപ്പം വിത്തിൻ സെക്കൻഡുകൾ കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം, ഡൗട്ട് സോൾവിംഗ് എഞ്ചിൻസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം അവിടേക്ക് ടെക്നോളജി അവന്റെ കുറച്ചും കൂടെ അവനെ എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ്. അല്ലാതെ ടെക്നോളജി അല്ലെങ്കിൽ ഓൺലൈൻ അത് കംപ്ലീറ്റ്ലി ഒരു ഓൾഡർ എഡ്യൂക്കേഷനെ റീപ്ലേസ് ചെയ്യല്ല. ബ്ലെൻഡഡ് ആയിട്ട് മാത്രമേ ഇത് എന്ത് ചെയ്യുള്ളൂ, മുമ്പോട്ട് പോകുള്ളൂ എന്നാണ് എന്റെ മനസ്സിലാക്കിയത്. അതുള്ളവർ കൂടുതൽ എന്ത് ചെയ്യും, സ്കെയിൽ ചെയ്യും. അതില്ലാത്തവർ സ്ട്രഗിൾ ചെയ്യും എന്നുള്ളതാണ് ഇപ്പം ഒരു എട്ടെക്കിന്റെ ഒരു ഫ്യൂച്ചർ എന്ന് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ബേസിക്കലി ഓൺലൈൻ എഡ്യൂക്കേഷൻ അഡാപ്റ്റ് ചെയ്യുക എന്നുള്ള. യെസ്, ഓൺലൈൻ എഡ്യൂക്കേഷനും കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് ഫാർ ബെറ്റർ ദാൻ ഒരു നോർമൽ എഡ്യൂക്കേഷൻ. പക്ഷെ നോർമൽ എല്ലാം വേണം, പ്ലസ് ഒരു ഓൺലൈനും കൂടെ വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി മോർ ഹെൽപ്ഫുൾ എന്നുള്ളതാണ് സ്റ്റുഡന്റ് ആസ്പെക്ടിൽ പറയുമ്പോഴത്തേക്ക്. നിങ്ങൾ സൈലം ജെൻസി ഓഡിയൻസിനാണല്ലോ സർവേ ചെയ്യുന്നത്. അതായത് 2000 കഴിഞ്ഞിട്ടുള്ള ജനിച്ചു വന്ന ആൾക്കാരാണ് സർവേ ചെയ്യുന്നതല്ലോ. അപ്പൊ ആ ഒരു ഓഡിയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ആൻഡ് വാട്ട് ചേഞ്ച് ദേ കുഡ് ബ്രിങ് ഇൻ ടു ദ സൊസൈറ്റി? അല്ലെങ്കിൽ പോലും അവർക്ക് കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആണ്. പണ്ട് ഇപ്പൊ നമ്മൾ ഈ പറയുന്ന പോലെ പണ്ടൊരു ആള് 30 yearsലൊക്കെ റിയലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോഴത്തെ കുട്ടികൾ 12-13 yearsൽ തന്നെ എന്ത് ചെയ്യാണ്, റിയലൈസ് ചെയ്യുന്ന രീതിയിലേക്ക് അവർക്ക് കാര്യങ്ങൾ ഭയങ്കര ക്ലാരിറ്റി ഉണ്ട്. ആക്ച്വലി ഇപ്പോഴത്തെ ഓഡിയൻസിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാം കൃത്യമായി. നമ്മളൊക്കെ ഒരു 15-ാം വയസ്സിൽ പഠിക്കുന്നത് അവര് ചിലപ്പോൾ ഒരു 6-ാം വയസ്സിൽ എന്ത് ചെയ്തല്ലേ, 7-ാം വയസ്സിൽ ഇത് അവരുടെ തലയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ അത്രയും കാപ്പബിൾ ആണ്. അത് റൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ആരൊക്കെ യൂസ് ചെയ്യുന്നു അവർ സക്സസ്ഫുൾ ആകുക എന്നുള്ളതാണ്. ഇപ്പം എത്രത്തോളം ഇൻഫ്ലുവൻസേഴ്സ് കടന്നു വരുന്നത് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള. ഇപ്പം കേരളത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ കൺസപ്ഷൻ ഉള്ള ഒരു സ്ഥലമായിരിക്കും കേരളം. അവിടെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു കാറ്റഗറി ഒക്കെ ഉണ്ടായി വരുന്ന കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്, വൺ ഓഫ് ദി.
അപ്പം അത് ആ കാറ്റഗറിയിലേക്കൊക്കെ വരുന്നു. അപ്പൊ ഇതെല്ലാം അറിയാവുന്ന ഒരു ജെൻസി എന്ന് പറഞ്ഞ കാറ്റഗറി ഇതിനെ റൈറ്റ്ലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും സക്സസിലേക്ക് എത്താൻ പറ്റുന്നതാണ്. ഇപ്പൊ എന്റെ ലൈഫിൽ ഞാൻ അവരോട് പറയുന്നത് അതാണ്, എങ്ങനെ അത് റൈറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കിട്ടിയ കഴിവുകൾ കാര്യങ്ങൾ സ്കില്ല് യൂസ് ചെയ്യാം, ആ യൂസ് ചെയ്യുന്നതോടെ എങ്ങനെ സക്സസിലേക്ക് എത്താമെന്നുള്ളതാണ് ആക്ച്വലി അവർക്ക് ഞാൻ കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ബേസിക്കലി. ഇൻട്രസ്റ്റിംഗ്. ഈവൻ ഈ ക്രിയേറ്റർ ലെഡ് ബ്രാൻഡ്സ് സംഭവം വരുന്നുണ്ട്. ഈ ക്രിയേറ്റേഴ്സിന് ആക്ച്വലി ഹാവ് देयर ഓൺ പ്രൊഡക്ട്സ് കമ്മിങ് ഔട്ട്. സെലിബ്രിറ്റി ഡ്രിവൻ പ്രൊഡക്ട്സുകൾ ഒരുപാട് ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അങ്ങനെയൊക്കെ പ്രൊഡക്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഓൺടർപ്രണർഷിപ്പിലേക്ക് ഈ കൂട്ടത്തിൽ ഒരു കൂട്ടം ആളുകൾ വരും. പിന്നെ അവർക്ക് കൃത്യമായ അപ്ഡേഷൻസ് ഉണ്ട്. ഈ യങ്സ്റ്റേഴ്സിനാണ് ഇപ്പം ഒരുപാട് അപ്ഡേഷൻസ് ഉള്ളത്, എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് അവരിപ്പോ അറിയുന്നുണ്ട് വേഗത്തിൽ. ആ മാറ്റങ്ങൾക്കനുസരിച്ച് അവരുടെ സ്കില്ലും കൂടെ അവർ ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ അത് വൻ ഒരു ലെവലായിരിക്കും. കാര്യം കേരളത്തിലാണ് ഇത്രയും ആളുകൾക്ക് ഇത്രയും ഇന്റർനെറ്റ് ആക്സസും ഇത്രയും സ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കാൻ ആക്സസ് ഉള്ളത്. അതവര് എന്റർടൈൻമെന്റ് അല്ലാതെ അവരുടെ ലൈഫിനും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർ സക്സസ് ആവും. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് അവർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അവർക്ക് ലൈഫിൽ ഏതെങ്കിലും ഒരു മൊമെന്റിൽ തിരിച്ചറിവ് ഉണ്ടാവണം. അത് ആസ് ഏർലി ആസ് പോസിബിൾ ആവണം. ലൈക്ക് ഒരു 30 years അയ്യോ ഞാനിതൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ് റിയലൈസ് ചെയ്തിട്ട് കാര്യമില്ല. ഒരു ഏർലി 18 ഒരു 17 16 തന്നെ റിയലൈസ് ചെയ്തിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിലുള്ള ആളുകളെ പോലെ രക്ഷപ്പെടാൻ പറ്റുന്ന പൊട്ടൻഷ്യൽ ഉള്ള വേറെ ആരും ഇല്ല ഇന്ത്യയിൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ലോകത്ത് തന്നെ. മേ ബി ഈ പോഡ്കാസ്റ്റ് അതിനൊരു കാരണമായ ലൈക്ക് റീച്ചസ് ബാക്ക് ഇൻ കമന്റ്സ്. മേ ബി നിങ്ങളായിരിക്കും ഈ ഗസ്റ്റ് സീറ്റിലിരിക്കുന്നുണ്ടാവുക ലേറ്റർ ഓൺ. യെസ്, ഡെഫിനറ്റ്ലി. ഓസം. ഈ ഇയർ നമ്മൾ ഏറ്റവും വലിയ സംഭവം കണ്ടിട്ടുള്ളത് അംബാനിന്റെ വെഡിങ് ആയിരുന്നു ഇൻ മുംബൈ. ലൈക്ക് ലോട്ട് ഓഫ് സെലിബ്രിറ്റീസ്, ഈവൻ മാർക്ക് സക്കർബർഗ്, ലോട്ട് ഓഫ് പീപ്പിൾ കമ്മിങ് ഫ്രം ഓൾ അക്രോസ് ദ വേൾഡ് ടു ഇന്ത്യ. അതേപോലത്തെ ഒരു ഇവന്റ് ആണ് നിങ്ങൾ ഹോസ്റ്റ് ചെയ്തത് വിത്ത് 13,000 സ്റ്റുഡൻസ്. അതെങ്ങനെയായിരുന്നു ഫുൾ ഓഫ് ചെയ്തത്? ആക്ച്വലി കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. കഴിഞ്ഞ തവണ ഞങ്ങളിൽ നിന്ന് പാസ് ഔട്ട് ആയി പോയ 2500 കുട്ടികൾ വന്ന് അവാർഡ് വാങ്ങിക്കുന്ന ഒരു ഫംഗ്ഷനെ ഞങ്ങൾ കുറച്ചും കൂടെ കളർഫുൾ ആക്കി. എന്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ ഈ കാണുന്ന ആളുകളാണ് അടുത്ത തവണ ഈ അവാർഡ് വാങ്ങാൻ ഇവിടെ വരേണ്ടത്. അപ്പൊ അവർക്കൊരു മോട്ടിവേഷൻ ആവും. ഈ വർഷം ഇത്രയും വലിയ ഇവന്റ് ആണെങ്കിൽ ഇതിനേക്കാൾ വലിയ ഇവന്റ് അടുത്ത കൊല്ലം വരും. ആ ഇവന്റിലേക്ക് ഞങ്ങൾക്ക് വന്നിട്ട് എന്ത് ചെയ്യാം, അവാർഡ് വാങ്ങിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു മോട്ടിവേഷൻ ആണ്, കാണുന്ന കാണികളായിട്ടുള്ള കുട്ടികൾ. ആ മോട്ടിവേഷൻ ജനറേറ്റ് ചെയ്യാന്നുള്ളതാണ് പ്രൈമറി ഫാക്ടർ ഉണ്ട്. പിന്നെ ഇവന്റ്സ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സ്പെൻഡ് വളരെ കുറവാണ്. ലോട്ട് ഓഫ് സ്പോൺസേഴ്സ് ഔട്ട് ദെയർ ബിക്കോസ് ഇവന്റ് ആണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ ബ്രേക്ക് ഈവൻ ഇവന്റ് ആയിരുന്നു. അപ്പം ആരൊക്കെ വന്നിട്ടുണ്ട് സെലിബ്രിറ്റീസ്? ഒരുപാട് പേരുണ്ടായിരുന്നു. ടൊമിനോ തോമസ്, നെസ്ലിൻ, നിഖില വിമൽ തൊട്ട് പിഷാരടി, ദെൻ പേർലി മാണി ആയിരുന്നു ഹോസ്റ്റ് ചെയ്തത് വിത്ത് ജീവ തുടങ്ങി ഹാഷിറയാൻ ടീം, കാർത്തിക് സൂര്യ, ഹനാൻ ഷാ, എല്ലാവരും ലൈക്ക് ഒരു ടീം ഓഫ് ആളുകളായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. വിനീത് ശ്രീനിവാസന്റെ പാട്ടുണ്ടായിരുന്നു, വേഡൻ, ഫെജോ തുടങ്ങി. ഇറ്റ്സ് ലൈക്ക് ഒരു ഗ്രാൻഡ് ഇവന്റ്. ഞാൻ പറയുന്നൊരു എനിക്ക് തോന്നുന്നു ആളുകൾ പറയുന്നത് കേട്ടിരുന്നത് അമ്മ ഷോ ആയ കുറച്ചും കൂടെ അമ്മയുടെ ജനറൽ ബോഡി നടത്താവുന്ന തമാശയായിട്ട് പറയുന്നുണ്ടായിരുന്നു. കാര്യം അത്രയും ഒരു ഹെവി ആളുകളെ കൊണ്ടുവന്നിട്ട് അടുത്തോലെ അതിനേക്കാൾ വലിയൊരു ഇവന്റ് നടത്താൻ വേണ്ടിയുള്ള പ്ലാനിങ്ങിലാണ് ഞങ്ങളിപ്പോ മുമ്പോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. പ്ലാനിങ് ഒക്കെ നടക്കുന്നു. ഓസം, അടിപൊളി. നമ്മളെന്തായാലും അവിടെ ഉണ്ടാവും. ലാസ്റ്റ് ഒരു 1.5 hour അനന്തു സൈലത്തിന്റെ ജേർണി ഷെയർ ചെയ്തു. ഒപ്പം തന്നെ എങ്ങനെ സൈലം എന്ന കമ്പനി ബ്രാൻഡ് ബിൽഡ് ഔട്ട് ചെയ്തു. വാട്ട് ഈസ് ഇറ്റ് ഗോയിങ് ഹെഡ്. ഇപ്പോൾ നെക്സ്റ്റ് 2 years IPO പ്ലാൻ ചെയ്യുന്നുണ്ട്. ലോട്ട് ഓഫ് തിങ്സ് യു ആർ എക്സൈറ്റഡ് ആൻഡ് ഹാപ്പിനെസ് പ്രൊജക്ട് ആൻഡ് യു ആർ ബീയിങ് ബാക്ക് ടു സൊസൈറ്റി, ഇൻവെസ്റ്റ് ഇൻ കമ്പനീസ് ആൻഡ് ലോട്ട് ഓഫ് തിങ്സ്. അപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റിൽ ലാസ്റ്റ് ആയിട്ട് എന്താണ് നമ്മുടെ ഓഡിയൻസിനോട്, KPH കാണുന്ന ഓഡിയൻസിനോട് പറയാനുള്ളത്? എനിക്ക് തോന്നുന്നു ഇതിന്റെ ഓഡിയൻസ് കൂടുതലും ഓൺടർപ്രണേഴ്സ് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഓൺടർപ്രണേഴ്സ് മാത്രമല്ല അത് ആസ്പയർ ചെയ്യുന്ന ആളുകളുമായിരിക്കും കൂടുതൽ ഉണ്ടാകുക. സോ ഒറ്റ കാര്യം പറയാനുള്ളൂ, ഈ പറയുന്ന പോലെ ടു സ്റ്റാർട്ട്, അതാണ് ഏറ്റവും മെയിൻ കാര്യം എന്ന് പറയുന്നത്. അത് നിങ്ങൾ ചെയ്യുക കറക്റ്റായിട്ട്. ബിസിനസ് ഒന്നും ഒരിക്കലും നമുക്ക് കേട്ട് പഠിക്കാൻ പറ്റില്ല, അത് ചെയ്ത് തന്നെ പഠിക്കണം എന്നുള്ള അടുത്താണ് ഞാൻ കൂടുതലുള്ള ആളുകൾ. ഒരു ഇൻസ്പിറേഷൻ വന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് കേട്ട് അത് കൃത്യമായി നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ ചെറുതായ രീതിയിലെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക. ദെൻ ഇറ്റ് വിൽ ഗ്രാജുവലി എന്ത് ചെയ്യും, ഗ്രോ ചെയ്തോളും. നമ്മൾ പറയുന്ന മിനിമം വയബിൾ പ്രൊഡക്റ്റ് MVP ബിൽഡ് ചെയ്യുക. അത് കുറച്ച് ആളുകൾ യൂസ് ചെയ്യുക. അത് വർക്ക് ആവുന്നെങ്കിൽ ഇറ്റ് വിൽ ഗ്രാജുവലി സ്കെയിൽ. പിന്നെ എനിക്ക് ബിസിനസിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല എന്നുള്ള ചിന്തയൊന്നും വേണ്ട. കാര്യം ഞാൻ ഡോക്ടറായിരുന്നു, എനിക്ക് MBBS ആണ്, എനിക്കൊരു ഐഡിയ ഇല്ലാത്തതാണ്. അവിടുന്ന് വന്നിട്ടാണ് ആക്ച്വലി ഞാൻ എന്ത് ചെയ്തത്, സ്റ്റാർട്ട് ചെയ്തതും ഇത് മുമ്പോട്ട് കൊണ്ടുപോയത്. ബിസിനസിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല, പക്ഷേ ഇതെല്ലാം ഇപ്പൊ എനിക്ക് അത്യാവശ്യം നോളജ് ഉണ്ട് അതിനെക്കുറിച്ച്. അപ്പം അത് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും, അത് വരും. അപ്പം നിങ്ങൾ ഈ പറയുന്ന പോലെ കോൺഫിഡന്റ് ആയിട്ട് നിങ്ങളുടെ കാര്യത്തിൽ എന്ത് ചെയ്യുക, ഈ പറയുന്ന പോലെ ഒരു അഡാപ്റ്റബിലിറ്റി ഒക്കെ വേണം. അതായത് നിങ്ങൾ ചിലപ്പം നിങ്ങൾ പറയുന്ന നിങ്ങൾ വിശ്വസിക്കുന്ന മാത്രം ആയിരിക്കത്തില്ല. നിങ്ങൾ പഠിച്ചു വരുമ്പോഴത്തേക്ക് അത് മാറ്റങ്ങൾക്ക് നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്ത് എന്തൊക്കെയാണോ മാർക്കറ്റ് ചേഞ്ച് വരുന്നത് അതിനനുസരിച്ച് മാറ്റി റൈറ്റ് കാര്യങ്ങൾ റൈറ്റ് ടൈമിൽ സ്റ്റാർട്ട് ചെയ്യുക. വെയിറ്റ് ചെയ്യാതെ മുമ്പോട്ട് പോകുക. ബാക്കിയെല്ലാം കൂടെ വരും, അടിപൊളിയാക്കും, തകർക്കാൻ വേണ്ടി പറ്റും. ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, എന്നെ തന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, എല്ലാം സെറ്റായി വരും എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഓസം. ഐ മീൻ വൺ മോർ ക്വസ്റ്റ്യൻ. അതായത് ഇപ്പൊ നമ്മൾ ഈ ഒരു ഓൺടർപ്രണർഷിപ്പ് ജേർണിയിൽ പോകുമ്പോൾ എല്ലാം ഫ്ലാഷി ലൈഫ്, ഫ്ലാഷി കാറൊക്കെയാണ് നമ്മൾ കാണുന്നത്. ബട്ട് ദാറ്റ്സ് നോട്ട് ദ കേസ്. കുറെ സെറ്റ് ബാക്സും കുറെ ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ ആ ഒരു ഇതിനെ എങ്ങനെയാണ്, ഹൗ ഡു യു പെർസീവ് ഒരു സെറ്റ് ബാക്കോ ഒരു ഇത് വരുമ്പോൾ? റെസിലിയൻസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. സെറ്റ് ബാക്ക് നമ്മൾ തിരിച്ചു വരിക എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ. അപ്പം അത് നമുക്ക് എപ്പോഴും അതാണ് എക്സ്പെരിമെന്റേഷൻ ആണ് ബിസിനസ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ് സക്സസ്ഫുൾ ആവാനുള്ള ഒരു പെർസെന്റേജ് 25% ചാൻസേ ഉള്ളൂ ഒരു ബിസിനസ് സക്സസ് ആവാൻ വേണ്ടി.
ഇനി ഒരു തവണ ബിസിനസ് ചെയ്താൽ പിന്നെ ഒരു ബിസിനസ് സക്സസ്ഫുൾ ആക്കി, പിന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ സക്സസ്ഫുൾ ആവാനുള്ള സാധ്യത ഒരു 35% ഉണ്ട്, 33% ഉണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പൊ അയാൾക്കും ഫെയിൽ ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഞാനൊരു ബിസിനസ് മാൻ ആണ് എന്ന് പറഞ്ഞാൽ അടുത്തൊരു ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും അത് ഫെയിൽ ആവാനുള്ള സക്സസ്ഫുൾ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പം അത് റിസ്ക് ടേക്കിംഗ് ആണ്. അതിനെക്കുറിച്ച് നിങ്ങൾ വേറെ ഒന്നും എന്ത് ചെയ്യരുത്, റിസ്ക് ടേക്കിംഗ് ആണ്, എക്സ്പെരിമെന്റ് ചെയ്യുക. അപ്പൊ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ എന്ത് പരാജയം ഇറ്റ്സ് ലൈക്ക് എ ലേണിംഗ് ആണ്. അതിനകത്ത് എന്തെങ്കിലും ഒന്ന് എന്ത് ചെയ്യും, എന്തായാലും അവിടെ ഉണ്ടാകും. ആ ലേണിംഗ് വെച്ചുകൊണ്ട് അടുത്തത് ട്രൈ ചെയ്യുമ്പോഴത്തേക്കും അത് ആ ഒരു എന്താണോ ആ പരാജയത്തിന് കാരണം വന്ന് അത് വരുത്താതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അവിടെയും ബിസിനസ് ഈസ് ലൈക്ക് എ റിസ്ക് ടേക്കിംഗ്. അതിനകത്ത് എന്ത് സക്സസിന്റെ ചാൻസസ് 25% ഉള്ളി എപ്പോഴും ഞാൻ പറയും. അത് 1 out of 4 ആണ് കൂടുതൽ എന്ത് സർവൈവ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് സാധ്യത ഉണ്ടെങ്കിൽ അത് റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിൽ ചെയ്ത് തുടങ്ങി അടിപൊളിയായിട്ട് ചെറുതായിട്ട് തുടങ്ങുക, സ്കെയിൽ ചെയ്ത് പോകാന്നുള്ള തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. Awesome. But just same way, Xylem created job seekers. Hope this KPH podcast creates job creators. Yes. And this is one of the great episode. And thanks Anandu for joining. Thank you, Felix. And at the short notice, KPH episode ഭാഗമാവാൻ സാധിച്ചതിൽ വളരെ സന്തോഷിക്കുന്നു. And now നമുക്ക് ഫുഡ് കഴിക്കാം. Yes. Thank you. Thank you.